ഹലോ, എല്ലാവർക്കും ഹിസ്റ്റോറിക്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് +1 ഹ്യൂമാനിറ്റീസിൽ ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ ഓണപരീക്ഷയാണ്. ആ എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അതെങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളതുമാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ ഒരു എക്സാമിൽ നമുക്ക് ആദ്യത്തെ 3 യൂണിറ്റുകളാണുള്ളത്. അതായത് നമ്മുടെ ഫ്രം ദ ബിഗിനിങ് ഓഫ് ടൈം, കാലത്തിൻ്റെ ആരംഭം മുതൽ, അതുപോലെ തന്നെ റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ്, അതായത് നമ്മുടെ എഴുത്തും നഗരജീവിതവും, പിന്നെ മൂന്നാമത്തത് അൻ എംപയർ അക്രോസ് 3 കോണ്ടിനെൻറ്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ 3 വൻകരകളിൽ വ്യാപിച്ചു കിടന്ന ഒരു സാമ്രാജ്യം. ഈ ആദ്യത്തെ 3 യൂണിറ്റുകളുമാണ് നമ്മുടെ എക്സാമിനുള്ളത്. ആൻഡ് നമ്മുടെ ഹിസ്റ്ററിയുടെ എക്സാം ആദ്യത്തെ ദിവസം തന്നെയാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ആവണം. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നൊരു വീഡിയോ ആയിരിക്കും ഇത് എന്നതിൽ യാതൊരു സംശയവുമില്ല. ആൻഡ് ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുന്ന ആൾക്കാരെയും മലയാളത്തിൽ എഴുതുന്ന ആൾക്കാരെയും പരിഗണിച്ചിട്ട് രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് പോവും എന്നുള്ളത് തന്നെയാണ്. ആൻഡ് ഈ ഒരു എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു സെഷൻ നമ്മൾ 3 പാർട്ടായിട്ടാണ് ചെയ്യുക. അതായത് ആദ്യത്തെ ഈ ഒരു പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റത്തെ യൂണിറ്റ് ആദ്യകാല മനുഷ്യജീവിതം, അല്ലെങ്കിൽ ഫ്രം ദ ബിഗിനിങ് ഓഫ് ടൈം, കാലത്തിൻ്റെ ആരംഭം മുതൽ, ആ ഒരു ഭാഗം അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റ് 1 ആണ് എന്ത് ചെയ്യുക നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുക. അതിന് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ആ ഒരു യൂണിറ്റ് 1-നകത്ത് പ്രധാനമായിട്ടും വരുന്ന കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനകത്ത് ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷ്യസ് എഴുതിയത് ആരാണ്, അതുപോലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് കുറച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ അതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഹോമിനോയിഡ്സ്, ഓക്കെ, ഹോമിനോയിഡ്സ് ആൻഡ് ഹോമിനിഡ്സ്, ഹോമിനിഡുകളും ഹോമിനോയിഡുകളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതുപോലെ തന്നെ അതിനകത്ത് വരുന്നൊരു സംഗതിയാണ് ആസ്ട്രലോപിത്തേക്കസും ഹോമോയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഡിഫറൻസ് എന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഹോമോയുടെ സവിശേഷത എന്താണ്, ആസ്ട്രലോപിത്തേക്കസിൻ്റെ സവിശേഷത എന്താണ്, ഹോമിനിഡിൻ്റെ സവിശേഷത എന്താണ്, ഹോമിനോയിഡിൻ്റെ സവിശേഷത എന്താണ്, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ പ്ലേസ് ഓഫ് ഒറിജിൻ, അല്ലെങ്കിൽ ഉത്ഭവസ്ഥലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ 2 എന്താണ് പറയല് മാതൃകകളുണ്ട്. അതായത് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ, പ്രാദേശിക തുടർച്ചാ മാതൃക, അതുപോലെ തന്നെ റീപ്ലേസ്മെന്റ് മോഡൽ എന്ന് വെച്ചാൽ പകരം വെക്കൽ മാതൃക അല്ലെങ്കിൽ ഏകോൽപത്തി മാതൃക. ഇത് രണ്ടും നമുക്ക് വൃത്തിയായിട്ട് അറിയണം. അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന മറ്റൊരു ഏരിയ ആണ് ആദ്യകാല ജീവിതത്തിൽ അവരുടെ ഭക്ഷണം എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ അവരുടെ ആയുധങ്ങൾ എന്തൊക്കെയായിരുന്നു, ഇങ്ങനെയുള്ള ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേക്ക് വരുന്ന ഒരു ഏരിയ ആണ് ആ ഒരു എവല്യൂഷൻ്റെ ഫേസസ് എന്ന് പറയുന്നത്. അതായത് ആദ്യകാല മനുഷ്യരുടെ ഡിഫറെൻറ്റ് ഫേസസ് ഉണ്ട്, നമുക്കറിയാം. അതിനകത്ത് നമ്മൾ തുടക്കത്തിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രൈമേറ്റ്സുകൾ വരുന്നു, അതുപോലെ തന്നെ ഹൊമിനോയിഡ്, ഹൊമിനിഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ ഈ ഭാഗങ്ങളൊക്കെയാണ് അവിടെ പ്രധാനമായിട്ട് വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, മറന്നു പോവാത്ത രീതിയിൽ എങ്ങനെ ഓർത്തിരിക്കാം എന്നുള്ളത് കൂടി കണക്ട് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ നമ്മൾ ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്, ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അൽത്തമിറ കേവ് പെയിന്റിങ്സ് ആർ സിറ്റുവേറ്റഡ് ഇൻ, അൽത്തമിറ കേവ് പെയിന്റിങ്സ് ഏത് രാജ്യത്താണ്, സ്പെയിനിലാണോ, കെനിയയിലാണോ, ഫ്രാൻസിലാണോ, എത്യോപ്യയിലാണോ? ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കറക്റ്റ് ആൻസർ സ്പെയിൻ ആണ് എന്നുള്ളത്. മേ ബി നമുക്ക് ചിലപ്പോൾ ഓപ്ഷനുകൾ കാണുമ്പോൾ സംശയം വന്നേക്കാം, മറന്നു പോകാതിരിക്കാൻ വേണ്ടി സിമ്പിളായിട്ട് ആലോചിക്കുക. ഓക്കെ, സ്പിൻ അറിയാലോ, സ്പിൻ ബോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ വിചാരിക്കാത്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി തിരിഞ്ഞാണ് പോവുക അല്ലേ. അപ്പോൾ താമര നമ്മൾ പൊതുവെ പറയാറുള്ളത് നല്ല ഡ്രിങ്ക് ആയിട്ടുള്ള നല്ല വെള്ളം അടിച്ചിട്ടുള്ള ആൾക്കാർ നമ്മൾ താമര എന്ന് പറയുന്നുണ്ട്. താമര എന്താണ്, സ്പിൻ ചെയ്തിട്ട് പോകുന്ന താമരയായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ സ്പിൻ ബോൾ പോകുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടിയാണ് പോകുക എന്ന് ചുരുക്കം. ഓക്കെ, ആ രീതിയിൽ ആലോചിക്കുക. ഓക്കെ, അൽത്താമിര എന്നുള്ളത് എന്താണ് പറയല്, സ്പെയിനിലാണ് എന്നുള്ളത് ആ രീതിയിലെങ്കിലും കണക്ട് ചെയ്ത് വെക്കുക, കൺഫ്യൂഷനായി പോകാതിരിക്കരുത്, അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അൽത്താമര ഒന്ന് ആലോചിച്ചുകൊണ്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. തീരെ ഓർമ്മയിൽ നിൽക്കാത്ത ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞു, അങ്ങനെ ഉണ്ടാൽ മതി. ഇതിൻ്റെ മലയാളം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അൽത്തമിറ ഗുഹ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അത് സ്പെയിനിലാണ്. ഇനി അടുത്തൊരു ചോദ്യമാണുള്ളത്, 1859 ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ്. ഓക്കെ, മലയാളത്തിലും അത് തന്നെയാണ് ഉണ്ടാവുക, ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ്. ഈ ഒരു പുസ്തകം എഴുതിയത് ആര് എന്നുള്ളതാണ്. സോ അതിനകത്ത് ജൈവ പരിണാമമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ആ പുസ്തകത്തിൻ്റെ ഓതർ ആരാണ്, ചാൾസ് ഡാർവിൻ ആണോ, ഗ്രിഗർ മെൻഡൽ ആണോ, ലൂയി പാസ്റ്റർ ആണോ, ആൽഫ്രഡ് വാലസ് ആണോ?
അറിയുമെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് ആൻസർ ഇവിടുത്തെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ചാൾസ് ഡാർവിൻ എന്നുള്ളതാണ്. സോ ജസ്റ്റ് ഇങ്ങനെ ഓർത്തുക, അതായത് ഒറിജിൻ ഓഫ് സ്പീഷ്യസ് എന്ന് പറയുന്നത് ചാൾസ് ഡാർവിൻ. ഒറിജിൻ ആരാണ്? ചാൾസ് ഡാർവിൻ. ആരാണ്? ഒറിജിൻ ഓഫ് സ്പീഷ്യസ് ചാൾസ് ഡാർവിൻ ആണ്. ആ രീതിയിലെങ്കിലും ചുരുങ്ങിയ പക്ഷം ഓർത്ത് വെക്കുക. ഇനി ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് എക്സാമിന് ചിലപ്പോൾ ഒബ്ജക്റ്റീവായിട്ട് ചോദിക്കും. അതായത് സദേൺ ഏപ്പ് എന്ന് പറയുന്നത് അറിയപ്പെടുന്നത് ആര്? ആ രീതിയിലൊക്കെ ചോദ്യം വന്നേക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒബ്ജക്റ്റീവായിട്ടും മാച്ച് ദ ഫോളോയിങ്ങിനും വേണ്ടിയിട്ടൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക. സോ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോൾ നിങ്ങളെ ഓണപരീക്ഷയ്ക്ക് മാത്രമല്ല, നിങ്ങളുടെ മെയിൻ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നമ്മളിത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെയാണ് പലപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഇത് നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് മുഴുവൻ മാർക്കും തന്നെ വാങ്ങാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അതായത് ഈ ഒരു യൂണിറ്റിൽ നിന്ന് വരുന്ന മുഴുവൻ മാർക്കും ഈ ഒരു യൂണിറ്റിലെ സെഷൻ കണ്ടു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ദെൻ ആസ്ട്രലോപിത്തേക്കസ് എന്ന് വെച്ചാൽ സദേൺ എയ്പ്പ് എന്നുള്ളതാണ്. നമ്മൾ ആസ്ട്രലോപിത്തേക്കസിനെ വേറെ തന്നെ പറയും. ആസ്ട്രലോപിത്തേക്കസ് എന്ന് വെച്ചാൽ മലയാളത്തിൽ നമ്മൾ ദക്ഷിണദേശത്തെ വാനരൻ അല്ലെങ്കിൽ തെക്കൻ ആൾക്കുരങ്ങ് അല്ലെങ്കിൽ ദക്ഷിണദേശത്തെ ആൾക്കുരങ്ങ് എന്നൊക്കെ പറയുന്നത് ആസ്ട്രലോപിത്തേക്കസിനെയാണ്. പിന്നെ ഹോമോയെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ്. അപ്പോൾ ഹോമോ ഹാബിലിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപകരണ നിർമ്മാതാവ് എന്നുള്ളതാണ്, അതായത് ടൂൾ മേക്കർ എന്നുള്ളതാണ്. ഇനി അടുത്തത് ഹോമോ ഇറക്ടസ് എന്ന് വെച്ചാൽ നേരെ നിന്നിട്ടുള്ള അപ്രൈറ്റ് മെൻ എന്നുള്ളതാണ്. ഓക്കെ, നിവർന്ന് നിന്ന അല്ലെങ്കിൽ നേരെ നിന്ന മനുഷ്യൻ എന്നുള്ളതാണ് ഹോമോ ഇറക്ടസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മൂന്നാമത്തത് ഹോമോ സാപ്പിയൻസ് ആണ്. എന്ന് വെച്ചാൽ വൈസ് മാൻ അല്ലെങ്കിൽ തിങ്കിങ് മാൻ, ബുദ്ധിയുള്ള മനുഷ്യൻ, വിവേകിയായ മനുഷ്യൻ എന്നൊക്കെ, ചിന്തിക്കുന്ന മനുഷ്യൻ എന്നൊക്കെ അർത്ഥം വരുന്നതാണ് ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നത്. സോ ഇത് ചിലപ്പോൾ മാച്ച് ഇത് ഫോളോയിങ്ങിന് വരാം. ചിലപ്പോൾ എന്ത് ചെയ്യും, ഇതിനകത്ത് ചിന്തിക്കുന്ന മനുഷ്യൻ എന്ന അർത്ഥം വരുന്നത് ഏതാണ്? ഹോമോ ഹാബിലിസ് ആണോ, സാപ്പിയൻസ് ആണോ, ഇറക്ടസ് ആണോ, ആസ്ട്രലോപിത്തേക്കസ് ആണോ എന്നൊക്കെ പറഞ്ഞു വരും. സോ ഓർത്ത് വെക്കുക, ഈ എന്താണ് പറയലേ, ഈ ആൻഷ്യൻ മനുഷ്യന്മാരും അവരുദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഡിനോട്ട് ചെയ്യുന്ന കറക്റ്റ് ആയിട്ടുള്ള സ്യൂട്ടബിൾ ടേം എന്താണ് എന്നുള്ളതും പഠിച്ചു വെക്കുക. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ദ ലാസററ്റ് കേവ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ. ലാസററ്റ് കേവ് ഏത് രാജ്യത്താണ്? ഫ്രാൻസ് ആണോ, ഇംഗ്ലണ്ട് ആണോ, കെനിയ ആണോ, ദെൻ സൗത്ത് ആഫ്രിക്കയാണോ? സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അറിയുന്നുണ്ടായിരിക്കും, ഓപ്ഷൻ ബി ഫ്രാൻസ് എന്നുള്ളതാണ്. ഇതും നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ എക്സാമിന് ചിലപ്പോൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അയ്യോ സൗത്ത് ആഫ്രിക്ക ആയിരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് ചിലപ്പോൾ കൺഫ്യൂഷനായി പോവാണ്ട്. സോ നിങ്ങളിങ്ങനെ ആലോചിക്കുക, ഫ്രാൻസിലാണ് എന്തുള്ളത്, ലാസററ്റ് കേവ് ഉള്ളത്. സോ ഫ്രണ്ട്സ് എല്ലാം സെറ്റാണ്. ഓക്കെ, ഫ്രണ്ട്സ് എല്ലാം സെറ്റാണ്. ആ രീതിയിൽ ആലോചിച്ച് വെക്കുക. ഫ്രാൻസ് എന്താണ് പറയലേ, ലാസററ്റ്, അത് ഇതിങ്ങനെ എന്ത് ചെയ്യാം, ഫ്രണ്ട്സ് എല്ലാം സെറ്റാണ് എന്നുള്ള രീതിയിൽ ആലോചിച്ച് കണക്ട് ചെയ്തിട്ട് ഓർത്ത് വെക്കുക. പിന്നെ മാറില്ല, അതായത് ബാക്കി നമുക്ക് ഇവിടെ എന്താണ് ഇതിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് സുഖമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് അവിടെ നിന്ന് പ്രധാനമായിട്ട് നോക്കാനുള്ളത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇപ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഇനി അടുത്ത നമ്മുടെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതെല്ലാം ഒരേ അർത്ഥമാണുള്ളത്. ഫസ്റ്റ് ഇതെന്താണ്, രണ്ട് ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ഹോമിനിഡ് ആൻഡ് ഹോമിനിഡ്. അടുത്തത് 2 എന്നുള്ളത് ഒഴിവാക്കി, ഇത് 2 എന്നുള്ളത് ഒഴിവാക്കി, ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ഹോമിനോയിഡ് ആൻഡ് ഹോമിനിഡ്. അടുത്തത് എനി ടു ഫീച്ചേഴ്സ് ഓഫ് ദി ഹോമിനിഡ്. അതായത് നമ്മളോട് ഡിഫറൻസ് പറയുമ്പോഴും അതിൻ്റെ ഫീച്ചേഴ്സാണ് പറയുക. സോ ഇവിടെ നമ്മൾ ഹോമിനിഡിൻ്റെത് മാത്രം പറഞ്ഞാൽ മതി, ഹോമിനോയിഡിൻ്റെ പറയണ്ട. അടുത്തത് മെൻഷൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഹോമിനോയിഡിനെ പറ്റി പറയാം, ഹോമിനിഡിനെ അല്ല. അടുത്തത് എനി ഫീച്ചേഴ്സ് ഓഫ് ഹോമിനോയിഡ്, എനി 2 ഫീച്ചേഴ്സ് ഓഫ് ഹോമിനോയിഡ്. അതായത് മലയാളത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും, ഹോമിനിഡും ഹോമിനോയിഡും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസങ്ങൾ, 2 അടിസ്ഥാന വ്യത്യാസം എഴുതുക. അടുത്തത് ഹോമിനിഡും ഹോമിനോയിഡും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. അടുത്തത് ഹോമിനിഡിൻ്റെ സവിശേഷതകൾ എഴുതുക. അടുത്തത് ഹോമിനോയിഡിൻ്റെ സവിശേഷത എഴുതുക. അടുത്തത് ഹോമിനോയിഡിൻ്റെ ഏതെങ്കിലും 2 സവിശേഷതകൾ എഴുതുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഇങ്ങനെ ഏത് രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാലും വ്യത്യാസങ്ങൾ 2 എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 2, 3, 4 ഒക്കെ എഴുതി വെക്കാം, ഒരു കുഴപ്പമില്ല. അടിസ്ഥാന വ്യത്യാസങ്ങൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 2 കോളൊക്കെ ഇട്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം, നോ പ്രോബ്ലം. അല്ലെങ്കിൽ 2 ഹെഡിങ് ആയിട്ട് കൊടുക്കുക. ഞാൻ എന്തായാലും ഇവിടെ ഒരു മാതൃക ഞാൻ കാണിച്ചു തരാം. അതായത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആൻസർ ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു ഹെഡിങ് കൊടുക്കുക, ഹോമിനോയിഡ്. ഓക്കെ, ആദ്യം ഹോമിനോയിഡാണ് വരുന്നത്. എങ്ങനെ ആലോചിച്ചാൽ മതി, ഹോമിനോയിഡ് എന്ന് വെച്ചാൽ എന്താണ് പറയല്, ഒരക്ഷരം കൂടുതലുണ്ട്, കുറച്ചുകൂടി നേരത്തിന്, കുറച്ചുകൂടി മുന്നേ ആണ് എന്നുള്ള രീതിയിൽ, കുറച്ചുകൂടി വലുതാണെന്ന രീതിയിൽ ആലോചിക്കുക.
ഹോമിനിഡ് എന്ന് പറയുന്ന ഒരു അക്ഷരം കുറവുണ്ട്. അതൊന്ന് അടുത്തത് ഒരു കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് വരുന്നത് ആലോചിക്കാം. എന്തായാലും ഹോമിനിഡിനെ സംബന്ധിച്ചിടത്തോളം ഹോമിനോയിഡിനെ സംബന്ധിച്ചിടത്തോളം 24 മില്യൺ ഇയേഴ്സ് മുൻപാണ് വരുന്നത്. അടുത്തത് ഇതിനകത്ത് ഇവർ എയ്പ്പിനകത്ത് വരുന്നതാണ്, വേണമെങ്കിൽ ഹ്യൂമണിനകത്തേക്കും കൊടുക്കാം. ഇതിനകത്ത് നിങ്ങൾ പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ടത് 24 മില്യൺ ഇയേഴ്സ് എഗോ ആണ്. ദെൻ ഹോമിനോയിഡിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ചെറുതാണ്. ദെൻ വലിയ ശരീരമാണ്. അതുപോലെ തന്നെ ഇൻഫാൻറ്റ് ഡെവലപ്മെൻറ്റിന് ഒരുപാട് ടൈം എടുക്കും. അത് രണ്ടും അങ്ങനെ തന്നെയാണ്. ബട്ട് ഓർത്ത് വെക്കുക, ഇനി ഇവിടെ 4 കാലികളാണ്. ഓക്കെ, ഹോമിനോയിഡ് എന്ന് വെച്ചാൽ 4 കാലികളാണ്. ദെൻ ഹോമിനിഡിലേക്ക് വരികയാണെങ്കിൽ ഈ ഹോമിനിഡുകൾ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത് ഹോമിനോയിഡിൽ നിന്ന് തന്നെയാണ്. അതായത് ഹോമിനോയിഡ് വന്നിട്ടാണ് പിന്നെ ആര് വന്നത്, ഹോമിനിഡ് വന്നിട്ടുള്ളത്. ദെൻ ഈ ഒരു ഹോമിനിഡെ ഫാമിലിയിൽ വരുന്നതാണ്. ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കേണ്ടത് അപ്രൈറ്റ് പോസ്റ്റർ ആയിരുന്നു, അതായത് നിവർന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ 2 കാലിൽ എണീറ്റ് നിൽക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ബ്രെയിൻ എന്ന് പറയുന്നത് ഹോമിനോയിഡിൻ്റെത് ആദ്യം വന്നതാണ്. അതുകൊണ്ട് തന്നെ എവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രെയിൻ ആദ്യം വന്നിട്ടുള്ള ആൾക്കാരുടെ ബ്രെയിൻ സ്വാഭാവികമായിട്ട് ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ബുദ്ധിയും കുറവായിരിക്കും. ഇവിടെ രണ്ടാമത് ഘട്ടത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ഹോമിനോയിഡിൻ്റെ ബ്രെയിനേക്കാളും വലുതായിരുന്നു ഹോമിനിഡിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. സോ ലാർജർ ബ്രെയിൻ ആയിരുന്നു. ആൻഡ് ഹാൻഡ് മൂവ്മെൻറ്റ് എന്നുള്ളത് സ്പെഷ്യലൈസ്ഡ് ആയിരുന്നു. അതായത് തമ്പൊക്കെ എല്ലാ ഫിംഗേഴ്സുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. നല്ല എഫിഷ്യൻ്റ് ആയിട്ട് കൈകൾ ഉപയോഗിക്കാനായിട്ട് പറ്റുമായിരുന്നു എന്നുള്ളതാണ്. സോ ഇവിടെ അത് പറ്റുന്നത് കൊണ്ട് തന്നെ അവർക്ക് ടൂളുകളൊക്കെ ഉണ്ടാക്കാനായിട്ടും പറ്റിയിരുന്നു എന്നുള്ളതാണ്. സോ ഇവിടെ ഹോമിനിഡും ഹോമിനോയിഡും തമ്മിലുള്ള വ്യത്യാസത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ മലയാളത്തിൽ പറയാം. ഒന്ന്, ഹോമിനോയിഡ് 24 ദശലക്ഷം വർഷം മുന്നേ, അതായത് 24 മില്യൺ ഇയേഴ്സ് എഗോ ആണ് ഇവോൾവ് ചെയ്യുന്നത്. ദെൻ ഈ ഹോമിനിഡുകൾ വന്നിട്ടുള്ളത് ഹോമിനോയിഡുകളിൽ നിന്ന് തന്നെയാണ്. ദെൻ അടുത്തത്, ഇതിനകത്ത് ഹോമിനോയിഡ് ആദ്യം വന്നതാണ്. അതുകൊണ്ട് തന്നെ ഹോമിനോയിഡിൻ്റെ തലച്ചോറ് ചെറുതായിരുന്നു, ഹോമിനോയിഡിൻ്റെ ശരീരം വലിയതായിരുന്നു. അതുപോലെ തന്നെ ഹോമിനോയിഡിൻ്റെ ശിശു വളർച്ച, അല്ലെങ്കിൽ നമ്മൾ പറയല്ലേ ഈ ഒരു പ്രഗ്നൻസി പീരീഡും അതുപോലെ കുട്ടിയെ നോക്കി നടക്കുന്ന കാലഘട്ടവും താരതമ്യേന വലുതായിരുന്നു. ദെൻ 4 കാലികളായിരുന്നു. ഓക്കെ, 4 കാലിൽ നടന്നിരുന്നു, കോർഡപ്പേഡ്സ് ആയിരുന്നു. ദെൻ ഹോമിനിഡിലേക്ക് വരികയാണെങ്കിൽ അതിനകത്ത് അവർ നിവർന്നു നിന്നിട്ടുണ്ടായിരുന്നു, 2 കാലിൽ നടന്നിട്ടുണ്ടായിരുന്നു, വലിയ തലച്ചോറായിരുന്നു, കൈകൾ വളരെ പ്രത്യേകമായ രീതിയിൽ ഉപയോഗിക്കാനും ഉപകരണങ്ങൾ നിർമ്മിക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ദെൻ അടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് ഹോമോയും ആസ്ട്രലോപിത്തേക്കസും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ ഹോമോയുടെ സവിശേഷത എന്താണ്, ആസ്ട്രലോപിത്തേക്കസിൻ്റെ സവിശേഷത എന്താണ് എന്നുള്ളത് എഴുതാനാണ്. സോ ഹോമിനിഡും ഹോമിനോയിഡും തമ്മിൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയും ആലോചിക്കാം. ഹോമിനോയിഡാണ് ആദ്യം വന്നിട്ടുള്ളത്, ഹോമിനിഡ് പിന്നെയാണ് വന്നിട്ടുള്ളത്. ഹോമിനോയിഡ് 24 ദശലക്ഷം വർഷം മുന്നെയാണ് ഹോമിനോയിഡ് വന്നിട്ടുള്ളത്. ഹോമിനോയിഡിൻ്റെ തലച്ചോറ് ചെറുതായിരുന്നു, കാരണം അത് ആദ്യം വന്നതാണ്. അതുപോലെ തന്നെ ശരീരം കുറച്ചുകൂടി വലുതായിരുന്നു. ദെൻ 4 കാലിലായിരുന്നു. ദെൻ ഹോമിനിഡ് പിന്നീട് വന്നതാണ്, തലച്ചോറ് കുറച്ചുകൂടി വലുതായി, കുറച്ചുകൂടി ബുദ്ധി കൂടി. അതുപോലെ തന്നെ 2 കാലിൽ നിവർന്ന് നിൽക്കാൻ വേണ്ടി തുടങ്ങി. അതുപോലെ കൈ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കാനും ഉപകരണങ്ങൾ നിർമ്മിക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും അറിഞ്ഞാൽ തന്നെ സുഖമായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിനകത്ത് എത്രയാണ് ഇവിടെ ആസ്ട്രലോപിത്തേക്കസും ഹോമോയും തമ്മിലുള്ള ഡിഫറൻസ് എഴുതുക. അടുത്തത് ആസ്ട്രലോപിത്തേക്കസിൻ്റെ സവിശേഷതകൾ എഴുതുക. അടുത്തത് വീണ്ടും ആസ്ട്രലോപിത്തേക്കസിൻ്റെ സവിശേഷതകൾ എഴുതുക. ഇതൊക്കെ ഓരോ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തത് ആസ്ട്രലോപിത്തേക്കസും ഹോമോയും തമ്മിലുള്ള ഡിഫറൻസ് എഴുതുക. നേരത്തെ ചോദിച്ചതിന് വേറെ രീതിയിൽ മാറ്റി ചോദിച്ചു എന്നേ ഉള്ളൂ. അടുത്തത് ആസ്ട്രലോപിത്തേക്കസിൻ്റെയും ഹോമോയുടെയും സവിശേഷതകൾ എഴുതുക. അവിടെയൊക്കെ സവിശേഷതകൾ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഡിഫറൻസ് അതിലേക്ക് എത്തും, അത്രേ ഉള്ളൂ. അടുത്തത് ആസ്ട്രലോപിത്തേക്കസും ഹോമോയും തമ്മിലുള്ള ഡിഫറൻസ് എഴുതുക. അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് ആസ്ട്രലോപിത്തേക്കസ് ആൻഡ് ഹോമോ ആൻഡ് എക്സാമിൻ ഫീച്ചേഴ്സ് ഓഫ് ആസ്ട്രലോപിത്തേക്കസ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എക്സാമിന് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഏരിയ എന്നുള്ളത്, എത്ര തവണ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ഓണപരീക്ഷയിലും ഇത് ചോദിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. സോ അടുത്തൊരു ചോദ്യം ഇങ്ങനെയാണ്, മലയാളത്തിൽ വരികയാണെങ്കിലും നേരത്തെ പറഞ്ഞതിനാണ് ഹോമോയും ആസ്ട്രലോപിത്തേക്കസും തമ്മിലുള്ള വ്യത്യാസം. ആസ്ട്രലോപിത്തേക്കസിൻ്റെ സവിശേഷത, ഹോമോയുടെ സവിശേഷത, ആസ്ട്രലോപിത്തേക്കസും ഹോമോയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ആസ്ട്രലോപിത്തേക്കസിൻ്റെയും ഹോമോയുടെയും സവിശേഷത, ഒറ്റ ചോദ്യത്തിൽ ആൻസർ ചെയ്യുക. ഈ രീതിയിലൊക്കെ ചോദ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ 5, 4, 3 എന്നൊക്കെ പറയുന്നത് അതിനാനുപാതികമായിട്ട് ചോദിച്ചിട്ടുള്ള മാർക്കായിരുന്നു. സോ മാർക്ക് നോക്കിയിട്ട് നമ്മൾ ഉത്തരത്തിൻ്റെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക, അത്രേ ഉള്ളൂ. ഇവിടെ
ഉത്തരത്തിലേക്ക് വരികയാണെങ്കിൽ ആസ്ട്രലോപിത്തേക്കസും ഹോമോയും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ ആസ്ട്രലോപിത്തേക്കസ് ആണ് ആദ്യം വന്നിട്ടുള്ളത്, പിന്നെയാണ് ഹോമോ വന്നിട്ടുള്ളത്. നേരത്തെ ഹോമിനോയിഡ് ആണ് ആദ്യം വന്നത്, പിന്നെയാണ് ഹോമിനിഡ് വന്നിട്ടുള്ളത്. ഇനി ആസ്ട്രലോപിത്തേക്കസ് ആണ് ഇവിടെ ആദ്യം വരുന്നത്, പിന്നെയാണ് ആര് വരുന്നത്? ഹോമോ വരുന്നത്. സോ എന്തുണ്ടായിരിക്കും? ആസ്ട്രലോപിത്തേക്കസിന്റെ തലച്ചോറ് ചെറുതായിരിക്കും. ഓക്കെ, കാരണം ബുദ്ധിയും അതിനനുസരിച്ച് കുറവായിരിക്കും, നേരത്തെ വന്നതാണ്. ഹോമോയുടെ തലച്ചോറ് വലുതായിരുന്നു, അതുകൊണ്ട് തന്നെ ഹോമോ കുറച്ചുകൂടി ഉയർന്ന ബുദ്ധി ഉണ്ടായിരുന്ന വിഭാഗമാണ്. അടുത്തത് ആസ്ട്രലോപിത്തേക്കസിന്റെ താടിയെല്ലുകൾ, ജോ ബോൺസ് എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഹെവി ആയിരുന്നു, കുറച്ചുകൂടി മുന്നിലേക്ക് നന്നായിട്ട് തള്ളിയിട്ടില്ല. നമ്മൾ കുരങ്ങനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, അതിൻ്റെ താടിയെല്ല് കുറച്ചുകൂടി നന്നായിട്ട് മുന്നിലേക്ക് തള്ളിയിട്ടുണ്ടായിരിക്കും. സോ അത്തരത്തിൽ താടിയെല്ല് നല്ലോണം മുന്നിലേക്ക് തള്ളിയിട്ടുണ്ടായിരുന്നു ആസ്ട്രലോപിത്തേക്കസിന്റെ. അതുപോലെ പല്ലുകൾ വലിയ പല്ലുകളും ആയിരുന്നു. ദെൻ ഹോമോയുടെ അകത്തേക്ക് വരികയാണെങ്കിൽ ഹോമോയുടെ താടിയലിൻ്റെ ആ ഒരു ആസ്ട്രലോപിത്തേക്കസ് ഉണ്ടായിരുന്ന ആ തള്ള എന്ത് ചെയ്തു? കുറഞ്ഞിട്ട് ഒന്നും കൂടി ഫ്ലാറ്റ് ആയിട്ട് മാറി എന്നുള്ളതാണ്. ആ ഒരു റെഡ്യൂസ്ഡ് ജോസിൻ്റെ ആ ഒരു വലിപ്പം കുറഞ്ഞു. അടുത്തത് പല്ലുകളുടെ വലിപ്പവും കുറഞ്ഞു. ദെൻ ആസ്ട്രലോപിത്തേക്കസിൻ്റെ കൈയിൻ്റെ മൂവ്മെൻറ്റ് താരതമ്യേന കുറവായിരുന്നു. ഡെക്സിലിറ്റി ഓഫ് ഹാൻഡ്സ്, അതായത് ഹാൻഡിൻ്റെ എഫിഷ്യൻസി, നമ്മൾ നേരത്തെ ഹോമിനിഡിൻ്റെയും ഹോമിനോയിഡിൻ്റെയും കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആസ്ട്രലോപിത്തേക്കസിൻ്റെ കൈയിൻ്റെ ആ ഒരു കൃത്യത, ആക്യുറസി കുറവായിരുന്നു. അതേസമയം ഹോമോ ഒക്കെ എന്താണ്? അത് കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ടൂളൊക്കെ ഉണ്ടാക്കാൻ അവർക്ക് വൃത്തിക്ക് പറ്റുമായിരുന്നു എന്നുള്ളതാണ്. ഇനി ആസ്ട്രലോപിത്തേക്കസ് എന്നുള്ളത് അവർ പ്രധാനമായിട്ടും എന്താണ് പറയല്, മരങ്ങളിലൊക്കെയാണ് ഉണ്ടായിരുന്നത്. ആൻഡ് അവരുടെ ഇരുകാലിൽ നടക്കുക എന്നുള്ള ശീലമായിരുന്നില്ല അവർക്കുണ്ടായിരുന്നത്, പകരം എന്തായിരുന്നു? 4 കാലിൽ നടക്കുന്ന ശീലമായിരുന്നു. ദെൻ ഇവിടെ ഹോമോയുടെ അകത്തേക്ക് വരികയാണെങ്കിൽ അവർ ബൈപ്പെഡലായിരുന്നു, 2 കാലിൽ നടക്കുകയും നിവർന്ന് നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഹോമോ എന്ന് പറയുന്നത്. ദെൻ ആസ്ട്രലോപിത്തേക്കസ് വെർ ഏർലിയസ്റ്റ് സ്റ്റോൺ ടൂൾ മേക്കേഴ്സ്. തുടക്കത്തിൽ ചെറിയ രീതിയിലൊക്കെ ഉള്ള ടൂൾസും ആസ്ട്രലോപിത്തേക്കസ് ഉണ്ടാക്കിയിരുന്നു. അതേസമയം ഹോമോ വരുന്ന സമയത്ത് ഹോമോ ഹാബിലിസ് ഒക്കെ ടൂൾ മേക്കർ എന്നുള്ളതാണ് അറിയപ്പെടുന്നത് തന്നെ. കാരണം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടൂളുകൾ ആരുണ്ടാക്കിയിരുന്നു? ഹോമോ ഉണ്ടാക്കിയിരുന്നു. ഇനി ഞാൻ ഇതിനെ മലയാളത്തിലും പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിനെ ഇവിടെ വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ ആസ്ട്രലോപിത്തേക്കസിൻ്റെ തലച്ചോറ് ചെറിയതായിരുന്നു. കാരണം ആസ്ട്രലോപിത്തേക്കസ് ആണ് ആദ്യം വന്നത്. ആ ഒരു നമ്മൾ സൗണ്ട് എടുക്കുക. ആദ്യം ആസ്ട്രലോപിത്തേക്കസ് ആയിരുന്നു, പിന്നെയാണ് ഹോമോ വരുന്നത്. ദെൻ ഹോമോയുടെ തലച്ചോറ് വലുതായിരുന്നു. ആദ്യം വന്ന ആൾ സ്വാഭാവികമായിട്ടും ബുദ്ധിപരമായിട്ട് കുറച്ച് ബാക്കിലായിരിക്കും, കാരണം എവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യൻ്റെ ബുദ്ധി കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ആസ്ട്രലോപിത്തേക്കസിന് ചെറിയ തലച്ചോറായിരുന്നു, അതുകൊണ്ട് തന്നെ ബുദ്ധി കുറവായിരിക്കും. ഹോമോക്ക് വലിയ തലച്ചോറാണ് ആസ്ട്രലോപിത്തേക്കസിനെ വെച്ച് നോക്കുമ്പോൾ, അതുകൊണ്ട് തന്നെ താരതമ്യേന അതിന് ബുദ്ധിയും കൂടുതലായിരിക്കും. ഇനി ആസ്ട്രലോപിത്തേക്കസിന്റെ താടി എന്ന് പറയുന്നത് ഉന്തിയ താടിയായിരുന്നു, നീളം കൂടിയ പല്ലുകളായിരുന്നു, വലിയ പല്ലായിരുന്നു, താടി എല്ലുകൾ ഉന്തിയതായിരുന്നു, മുന്നിലേക്ക് തള്ളി നിൽക്കുന്നതായിരുന്നു. ഇതിന് ഹോമോയുടെ താടിയെല്ലിന്റെ വലിപ്പം കുറഞ്ഞു, അതുപോലെ തന്നെ പല്ലുകളുടെ വലിപ്പവും കുറഞ്ഞു. ഇതിന് ആസ്ട്രലോപിത്തേക്കസിന്റെ കൈകൾക്ക് ചലനത്തിന് ലിമിറ്റേഷൻസ്, പരിമിതികൾ ഉണ്ടായിരുന്നു. അതേസമയം ഹോമോയുടെ കൈകൾക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുമായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ അവർക്ക് ഉപകരണങ്ങൾ നിർമ്മിക്കാനും പറ്റിയിരുന്നു. ആസ്ട്രലോപിത്തേക്കസിന് നിവർന്നു നിൽക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതേസമയം ഹോമോ എന്ത് ചെയ്തു? 2 കാലിൽ നിവർന്നു നിന്നു, ബൈപ്പെഡൽ ലോക്കോമോഷൻ, 2 കാലിൽ നടക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ദെൻ ആസ്ട്രലോപിത്തേക്കസ് ആദ്യകാല സ്റ്റോൺ ടൂൾസ്, അതായത് കല്ല് ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്നു, ശില ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്നു. ആൻഡ് ഹോമോ എന്ത് ചെയ്യുന്നു? ആ ശില ഉപകരണങ്ങളെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഒന്നുകൂടിയും മനോഹരം എന്നല്ല, ഒന്നുകൂടിയും മോർ യൂസ്ഫുൾ ആക്കിയിട്ട് കുറച്ചുകൂടി ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം ഈ പറഞ്ഞത് തന്നെയാട്ടോ വീണ്ടും പറയുന്നത്. അടുത്ത ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ആസ്ട്രലോപിത്തേക്കസിന്റെ സവിശേഷതകൾ എഴുതുക എന്നുള്ളതാണ്. പിന്നെ അടുത്തത് ഹോമോയുടെ സവിശേഷതകൾ എഴുതുക എന്നുള്ളതാണ്. അതിനുശേഷമുള്ള ചോദ്യം എന്താണ്? ആസ്ട്രലോപിത്തേക്കസിന്റെയും ഹോമോയുടെയും സവിശേഷതകൾ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരമായിട്ട് കൊടുക്കണം. സോ ഇവിടെ ആസ്ട്രലോപിത്തേക്കസിന്റെ സവിശേഷത എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ബ്രെയിൻ എന്തായിരുന്നു? ചെറുതായിരുന്നു, ആദ്യം വന്നതാണ്, അതുകൊണ്ട് ബ്രെയിൻ ചെറുതായിരുന്നു. വലിയ താടിയല്ലായിരുന്നു, വലിയ പല്ലുകളായിരുന്നു. ദെൻ കൈയിൻ്റെ മൂവ്മെൻറ്റിന് പരിമിതികൾ ഉണ്ടായിരുന്നു. അവർ പ്രധാനമായിട്ടും മരങ്ങളിലൊക്കെയാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ നേരെ നിൽക്കുക എന്നുള്ളതല്ല, 4 കാലിലായിരുന്നു അവർ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ദെൻ ഇവരായിരുന്നു ഏർലിയസ്റ്റ് സ്റ്റോൺ ടൂൾ മേക്കേഴ്സ്, അതായത് ചെറിയ രീതിയിലൊക്കെയുള്ള സ്റ്റോൺ ടൂൾസ് അവർ ഉണ്ടാക്കിയിരുന്നു. ശരിക്കും ടൂൾ മേക്കേഴ്സ് എന്ന് പറയുന്നത് ഹോമോ ഹാബിലിസ് ആണ്, അത് നമ്മൾ പറയൂട്ടോ, ഹോമോ ഹാബിലിസ് ആണ്.
ദെൻ അടുത്തത് നമ്മൾ മലയാളത്തിൽ നിന്ന് നോക്കാം. ആസ്ട്രലോപിത്തേക്കസിന് ചെറിയ തലച്ചോറായിരുന്നു, താടിയല് വലുതായിരുന്നു, ഉന്തിയതായിരുന്നു, പല്ലുകളും വലുതായിരുന്നു. ദെൻ കൈയിൻ്റെ ചലനത്തിന് പരിമിതി ഉണ്ടായിരുന്നു. ദെൻ കൂടുതൽ മരങ്ങളിലായിരുന്നു. അതുപോലെ തന്നെ കല്ലുപകരണങ്ങളൊക്കെ ആദ്യമായിട്ട് ആസ്ട്രലോപിത്തേക്കസ് ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഹോമോയിലേക്ക് ഇനി നമ്മൾ നോക്കുന്ന ഹോമോയുടെ സവിശേഷതകളാണ്. നേരത്തെ പറഞ്ഞു ഹോമോ എന്ന് വെച്ചാൽ ആസ്ട്രലോപിത്തേക്കസിന് ശേഷം വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹോമോയുടെ ബ്രെയിൻ എന്താണ്, വലുതായിരുന്നു, കുറച്ചുകൂടി ബുദ്ധി അധികം ഉണ്ടായിരുന്നു. ദെൻ റെഡ്യൂസ്ഡ് ജോ, ഈ താടിയലിൻ്റെ വലിപ്പം കുറഞ്ഞു, പല്ലിൻ്റെ വലിപ്പവും കുറഞ്ഞു. ദെൻ അപ്രൈറ്റ് പോസ്ചർ എന്ന് വെച്ചാൽ നേരെ നിൽക്കുന്നു, നിവർന്ന് നിൽക്കുന്നു, രണ്ട് കാലിൽ നടക്കുന്നു. ദെൻ ടൂൾ ഉണ്ടാക്കാൻ മാത്രം കൈയിൻ്റെ മൂവ്മെൻറ്റ്, ടെക്സിലിറ്റി, അതിൻ്റെ ആക്യുറസി നന്നായിട്ട് വന്നിരുന്നു. അതുകൊണ്ട് നല്ല അടിപൊളി ടൂൾ ഉണ്ടാക്കിയിരുന്നു. ദെൻ ഇൻ്റലിജൻസ് കൂടി, മെമ്മറിയൊക്കെ കൂടിയിട്ടുണ്ട്, കാരണം ബ്രെയിൻ വലുതായി. ദെൻ ഹോമോയെ മൂന്നായി തരംതിരിക്കാം. ഹോമോയെ മൂന്നായി തരംതിരിക്കാം, മറന്നു പോകരുത്. ഒന്ന് ഹോമോ ഹാബിലിസ്, അതാണ് ടൂൾ മേക്കർ എന്ന് പറയുന്നത്. രണ്ട് ഹോമോ ഇറക്ടസ് എന്ന് വെച്ചാൽ അപ്രൈറ്റ് മെൻ, നിവർന്ന് നിന്ന മനുഷ്യൻ. മൂന്ന് ഹോമോ സാപ്പിയൻസ്, തിങ്കിങ് മാൻ അല്ലെങ്കിൽ വൈസ് മെൻ എന്നൊക്കെ അറിയപ്പെടും. ഇനി ഇതിൻ്റെ മലയാളം കൂടി നോക്കാം. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ മെമ്മറിയിൽ അത് അങ്ങോട്ട് സ്ട്രോങ് ആയിട്ട് അവിടെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഒരു കാരണവശാലും മറക്കരുത് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. സോ അടുത്തത് ഹോമോയെ പറ്റി നോക്കുകയാണെങ്കിൽ ഹോമോയുടെ തലച്ചോറ് എന്ന് പറയുന്നത് ആസ്ട്രലോപിത്തേക്കസിനേക്കാളും വലിയ തലച്ചോറാണ് ആർക്കുള്ളത്, ഹോമോക്കുള്ളത്. നമ്മൾ പറഞ്ഞു ഹോമോ പിന്നീട് വന്നതാണ്, ആസ്ട്രലോപിത്തേക്കസ് ആണ് ആദ്യം വന്നത്, പിന്നെയാണ് ഹോമോ വന്നത്. അതുകൊണ്ട് തന്നെ ഹോമോയുടെ തലച്ചോറ് എന്തായിരുന്നു, വലുതായിരുന്നു. തലച്ചോറ് വലുതായതുകൊണ്ട് തന്നെ ബുദ്ധിയും ഓർമ്മശക്തിയൊക്കെ വർദ്ധിക്കുകയും ചെയ്തു. ദെൻ താടിയല് ചെറുതായി മാറി, പല്ലും ചെറുതായി മാറി. രണ്ട് കാലിൽ നിവർന്നു നിന്നു, രണ്ട് കാലിൽ നടക്കുകയും ചെയ്തു. ഉപകരണങ്ങൾ നിർമ്മിക്കാൻ മാത്രം കൈയെ സൂപ്പറായിട്ട് മൂവ് ചെയ്യാൻ പറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല നല്ല ഉപകരണങ്ങൾ നിർമ്മിച്ചു. ഹോമോയെ മൂന്നായി തരംതിരിക്കാനായിട്ട് പറ്റും. ഒന്ന് ഹോമോ ഹാബിലിസ്, രണ്ട് ഹോമോ ഇറക്ടസ്, മൂന്ന് ഹോമോ സാപ്പിയൻസ്. ഹോമോ ഹാബിലിസ് എന്ന് വെച്ചാൽ ഉപകരണ നിർമ്മാതാവ്, ഹോമോ ഇറക്ടസ് എന്ന് വെച്ചാൽ നിവർന്നു നിന്ന മനുഷ്യൻ, ഹോമോ സാപ്പിയൻസ് എന്ന് വെച്ചാൽ ചിന്തിക്കുന്ന മനുഷ്യൻ, വിവേകിയായ മനുഷ്യൻ എന്നൊക്കെയാണ്. ഇനി നമുക്ക് ഈ എക്സാമിന് അതിൻ്റെ ഡിഫറൻസ് എഴുതാൻ പറയുമ്പോഴും അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതാൻ പറയുമ്പോഴൊക്കെ ചേർക്കാൻ പറ്റുന്ന മറ്റൊരു പോയിന്റാണ് ആസ്ട്രലോപിത്തേക്കസ് എന്നുള്ള വാക്കുണ്ടായിട്ടുള്ളത് ഗ്രീക്ക് വാക്കായിട്ടുള്ള ആസ്ട്രൽ അല്ലെങ്കിൽ ആസ്ട്രലിസ് എന്നുള്ളതും, അതുപോലെ തന്നെ ലാറ്റിൻ വാക്കായിട്ടുള്ള ആസ്ട്രലും, അതുപോലെ ഗ്രീക്ക് വാക്കായിട്ടുള്ള പിത്തേക്കസും, ഈ രണ്ട് വാക്കുകളും ചേർന്നിട്ടാണ് ആസ്ട്രലോപിത്തേക്കസ് ഉണ്ടായിട്ടുള്ളത്. ആസ്ട്രൽ എന്ന വാക്കിൻ്റെ അർത്ഥം സദേൺ അല്ലെങ്കിൽ സൗത്ത്, ദക്ഷിണം എന്നുള്ളതും, പിന്നെ പിത്തേക്കസ് എന്ന വാക്കിൻ്റെ അർത്ഥം എയ്പ്പ് അല്ലെങ്കിൽ ആൾക്കുരങ്ങ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും പാട് ചേർത്തപ്പോൾ എന്ത് ചെയ്തു, സദേൺ എയ്പ്പ്. ഓക്കെ, സദേൺ എയ്പ്പ് എന്നാണ് ആസ്ട്രലോപിത്തേക്കസിൻ്റെ അർത്ഥം. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആസ്ട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദക്ഷിണം അല്ലെങ്കിൽ തെക്ക് എന്നും, പിത്തേക്കസ് എന്ന് വെച്ചാൽ വാനരൻ അല്ലെങ്കിൽ ആൾക്കുരങ്ങ് എന്നുള്ളതുമാണ് അർത്ഥം. അപ്പോൾ ആസ്ട്രലോപിത്തേക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദക്ഷിണദേശത്തെ വാനരൻ അല്ലെങ്കിൽ ദക്ഷിണദേശത്തെ ആൾക്കുരങ്ങ് എന്നൊക്കെ പറയാം. ഇനി ഹോമോ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം, ഹോമോ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വാക്കാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മാൻ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ് എന്ന് തന്നെയാണ്. മനുഷ്യൻ എന്നർത്ഥം വരുന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഹോമോ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ആസ്ട്രലോപിത്തേക്കസും ഹോമോയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത്രയേ ഉള്ളൂ. രണ്ട് മോഡലുകളാണുള്ളത് അല്ലേ, മനുഷ്യന്മാരുടെ ഒറിജിനെ സംബന്ധിച്ച് രണ്ട് മോഡലുകളുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുക എങ്ങനെയായിരിക്കും, ഏതൊക്കെയാണ് ആ രണ്ട് മോഡലുകൾ, ആ രണ്ട് മോഡലുകളിനെ വിശദീകരിക്കുക. അല്ലെങ്കിൽ ചോദിക്കും റീപ്ലേസ്മെൻറ്റ് മോഡലും റീജിയണൽ കണ്ടിന്യൂറ്റി മോഡലുമാണ്, ആ മോഡലിനെ പറ്റി വിശദീകരിക്കുക. ഈ രീതിയിലാണ് ഉണ്ടാവുക. സോ ഇവിടെ റീപ്ലേസ്മെൻറ്റ് മോഡലും റീജിയണൽ കണ്ടിന്യൂറ്റി മോഡലും പറയുന്നുണ്ട്. അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ് റീപ്ലേസ്മെൻറ്റ് മോഡൽ, എന്താണ് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ. ഓക്കെ, സോ മലയാളത്തിൽ പറയുകയാണെങ്കിൽ റീപ്ലേസ്മെൻറ്റ് മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പകരം വെക്കൽ മാതൃക എന്നുള്ളതാണ്. ആൻഡ് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാദേശിക തുടർച്ചാ മാതൃക എന്നുള്ളതാണ്. അപ്പോൾ അത് രണ്ടും വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാനുള്ള ഒറ്റ മാർഗം എന്ന് പറയുന്നത്. സോ ഇവിടെ റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ, അതിനകത്ത് ഇംഗ്ലീഷിലേക്ക് വരികയാണെങ്കിൽ റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ പ്രകാരം മനുഷ്യന്മാർ പല പല റീജിയണിൽ നിന്ന്, അതായത് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് റീജിയണുകളിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്,
ഒറിജിൻ ചെയ്തിട്ടുള്ളത്. റീജിയണൽ കണ്ടിന്യൂറ്റി എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് റീജിയണിൽ മനുഷ്യന്മാർ ഇവോൾവ് ചെയ്ത് വന്നു. ഇനി അവരത് അങ്ങനെ വെറുതെ വിളിച്ച് പറയാൻ പറ്റില്ലല്ലോ, അതിനെന്തെങ്കിലുമൊക്കെ ഒരു തെളിവാണ്ട്. സോ അതിനവർ പറയുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യന്മാർ ഫിസിക്കൽ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ വിവിധ പ്രദേശങ്ങളിലുള്ള ആൾക്കാർക്ക് വിവിധ അല്ലെങ്കിൽ വ്യത്യസ്ത രൂപങ്ങളാണുള്ളത്. ചൈനയിലുള്ള ആൾക്കാരെ പോലെ അല്ല അമേരിക്കയിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആൾക്കാരെ പോലെ അല്ല നമ്മളെന്താ പറയല് ആഫ്രിക്കയിലുള്ള ആൾക്കാർ. അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്ത റീജിയണിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫിസിക്കൽ ആട്രിബ്യൂട്ട്സിലുള്ള വ്യത്യാസം ഉണ്ടായത് എന്നാണ് ആര് പറയുന്നത്, റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ പ്രകാരം പറയുന്നത്. സോ റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ പ്രകാരം രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഒന്ന്, എല്ലാവരും ഒറിജിൻ ചെയ്തത് ഡിഫറെൻറ്റ് റീജിയണിൽ നിന്നാണ്. അതിൻ്റെ അടുത്തത്, ഇത് പറയാൻ കാരണം ഫിസിക്കൽ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇന്നത്തെ മനുഷ്യന്മാർ നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്കലി ആൾക്കാരുടെ ലുക്ക് വൈസ് ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ്. ദെൻ റീപ്ലേസ്മെൻറ്റ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ സിംഗിൾ ഒറിജിൻ അല്ലെങ്കിൽ ഏകോൽപത്തി മാതൃക എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. സോ റീപ്ലേസ്മെൻറ്റ് മോഡൽ പ്രകാരം മനുഷ്യന്മാരെല്ലാവരും ഒറിജിൻ ചെയ്തിട്ടുള്ളത് സിംഗിൾ ഒറിജിനാണ്. അതായത് ഒരൊറ്റ പ്രദേശത്തു നിന്നാണ്. ഏതാണ് ആ പ്രദേശം? ആഫ്രിക്കയിൽ നിന്നാണ്. സോ ഹ്യൂമൻ ഒറിജിനേറ്റഡ് ഇൻ വൺ റീജിയൻ അല്ലെങ്കിൽ സിംഗിൾ റീജിയൻ. ഏതാണ് റീജിയൻ? ആഫ്രിക്ക എന്നുള്ളതാണ്. അവരങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ജനറ്റിക്കലി നമ്മുടെ ക്രോമസോംസും ജീനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം സെയിം ആണ്. ആഫ്രിക്കയിലും അമേരിക്കയിലും ഇന്ത്യയിലും ചൈനയിലും ഒക്കെ ഒരുപോലെയാണ്. ആൻഡ് അനട്ടോമിക്കൽ ഹോമോജീനിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ഫിസിക്കൽ സ്ട്രക്ചർ, 2 കൈ 2 കാല് 5 വിരൽ, ഇതൊക്കെ എന്താണ്, എല്ലായിടത്തും ഹോമോജിനിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഒരുപോലെയാണ് എന്നുള്ളതാണ്. ആൻഡ് എന്നിട്ടും ആൾക്കാർ എന്ത് ചെയ്യുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ ഡിഫറൻസ് ഉണ്ട് അല്ലേ, ആഫ്രിക്കയിലെ ആൾക്കാരും ഇന്ത്യയിലെ ആൾക്കാരും തമ്മിൽ വ്യത്യാസമുണ്ട്, ചൈനയിലെ ആൾക്കാരും അമേരിക്കയിലെ ആൾക്കാരും തമ്മിൽ വ്യത്യാസമുണ്ട്. നോക്കുമ്പോൾ തന്നെ നമുക്ക് ചില ആൾക്കാരുടെ ഹൈറ്റ് കൂടുതലുണ്ടാവും, ചിലത് കുറവായിരിക്കും. അതുപോലെ തന്നെ കണ്ണിൻ്റെ നിറം വ്യത്യാസം ഉണ്ടായിരിക്കും, മുടിൻ്റെ നിറം വ്യത്യാസം ഉണ്ടായിരിക്കും, സ്കിന്നിൻ്റെ നിറം വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യാസം വന്നത് അതിനവർ കാരണം പറയുന്നത് വെച്ചാൽ ഇവർ പല പല പ്രദേശങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു, പല പല പ്രദേശങ്ങളിലേക്ക് കുടിയേറി. അങ്ങനെ കുടിയേറിയ പ്രദേശത്തിന് അനുകൂലമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ശരീരം മാറി വന്നു എന്നാണ് ആര് പറയുന്നത്, റീപ്ലേസ്മെന്റ് മോഡൽ പ്രകാരം പറയുന്നത്. ഓർത്ത് വെക്കുക, റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ പ്രകാരം ഹ്യൂമൻ ഒറിജിനേറ്റഡ് ഫ്രം ഡിഫറെൻറ്റ് റീജിയൻസ് ആൻഡ് ദ റീസൺ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തെളിവായിട്ട് പറയുന്നത് ദ ഡിഫറൻസ് ഇൻ ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഇൻ ദി മോഡേൺ മാൻ. ആധുനിക മനുഷ്യനുള്ള ശാരീരികമായിട്ടുള്ള വ്യത്യാസമാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് റീപ്ലേസ്മെന്റ് മോഡൽ പ്രകാരം ഹ്യൂമൻ ഒറിജിനേറ്റഡ് ഫ്രം എ സിംഗിൾ റീജിയൻ ദാറ്റ് ഈസ് ആഫ്രിക്ക. ആൻഡ് അവരങ്ങനെ പറയാൻ കാരണം ജനറ്റിക് ആൻഡ് അനട്ടോമിക്കൽ ഹോമോജിനിറ്റി നമുക്ക് മനുഷ്യന്മാർക്കുണ്ട്. അതേസമയം പിന്നെയും വ്യത്യാസം ഉണ്ടായ കാരണം എന്ന് പറയുന്നത് ഡ്യൂ ടു ദി ലേറ്റർ അഡാപ്റ്റേഷൻസ് ആഫ്റ്റർ മൈഗ്രേഷൻ. നമ്മൾ പല പല പ്രദേശങ്ങളിലേക്ക് ആഫ്രിക്കയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോയി. ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്കും അമേരിക്കയിലേക്കും ആഫ്രിക്കയിൽ നിന്ന് ചൈനയിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ആ നാട്ടിലെ എന്താണ് പറയുക ക്ലൈമാറ്റിക് ഫീച്ചേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബോഡിയിൽ വന്ന ചേഞ്ചുകളാണ് ആ ഒരു ചേഞ്ചിന് കാരണം, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഡിഫറൻസിന് കാരണമെന്നാണ് റീപ്ലേസ്മെൻറ്റ് മോഡൽ പ്രകാരം പറയുന്നത്. ഇനി ഇതിന് മലയാളത്തിൽ പറയുകയാണെങ്കിൽ പ്രാദേശിക തുടർച്ചാ മാതൃക എന്നുവെച്ചാൽ ഇത്രയും ആലോചിക്കുക, പ്രാദേശിക തുടർച്ചാ മാതൃക പേര് അതിനകത്ത് തന്നെ ഉണ്ട്, മാറിപ്പോവും. അതായത് പ്രാദേശിക തുടർച്ചാ മാതൃകക്ക് പകരം നിങ്ങൾ ഏകോൽപത്തി മാതൃകയുടെ കാര്യങ്ങൾ എഴുതും, ഏകോൽപത്തി മാതൃകക്ക് നിങ്ങൾ പ്രാദേശിക തുടർച്ചയുടെ കാര്യങ്ങൾ എഴുതും. സോ അത് മാറാതിരിക്കാൻ വേണ്ടി ഇത്രയും ആലോചിക്കുക, പ്രാദേശിക തുടർച്ചാ മാതൃക പ്രകാരം മനുഷ്യന്മാർ ഉത്ഭവിച്ചിട്ടുള്ളത് പല പല പ്രദേശങ്ങളിലാണ്. ഓക്കെ, മനുഷ്യന്മാർ ഉത്ഭവിച്ചിട്ടുള്ളത് പല പല പ്രദേശങ്ങളാണ്. പ്രാദേശിക തുടർച്ച എന്ന പേരുള്ളതിൽ ഒരു എന്താണ് പറയുക പല പല പ്രദേശങ്ങൾ, കുറച്ചുകൂടി വലിയ ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ പല പല പ്രദേശങ്ങളിലാണ് ചെയ്തിട്ടുള്ളത് മനുഷ്യന്മാർ ഉത്ഭവിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇവരത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്, മനുഷ്യന്മാരുടെ ഓരോ പ്രദേശത്തുള്ള ആൾക്കാർക്ക് വ്യത്യാസങ്ങൾ, ശാരീരികമായിട്ട് വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞാൽ തന്നെ ആഫ്രിക്കയിലുള്ള ആൾക്കാരും അമേരിക്കയിലുള്ള ആൾക്കാരും തമ്മിൽ വ്യത്യാസമുണ്ട്, ഇന്ത്യയിലുള്ള ആൾക്കാരും ചൈനയിലുള്ള ആൾക്കാരും തമ്മിൽ വ്യത്യാസമുണ്ട്. സോ ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങളാണ് അതിനവർ തെളിവായിട്ട് പറയുന്നത്. ദെൻ ഏകോൽപത്തി മാതൃക, ആ പേര് തന്നെ ഉണ്ട് അല്ലേ, മനുഷ്യന്മാരെല്ലാം ഏക പ്രദേശത്തു നിന്നാണ് ഉൽപ്പത്തി വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ചിലപ്പോൾ പകരം വെക്കൽ എന്നായിരിക്കും. ഓക്കെ, അതായത് ഒരു പ്രദേശത്തേക്ക് എന്ത് ചെയ്യാണ്, അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പകരം വെച്ചിട്ട് ആഫ്രിക്കയിൽ നിന്ന് വന്ന ആൾക്കാർ വന്നു എന്നുള്ളതാണ്. സോ ഇവിടെ ഏകോൽപത്തി മാതൃക അല്ലെങ്കിൽ പകരം വെക്കൽ മാതൃക പ്രകാരം മനുഷ്യന്മാരെല്ലാവരും ഒറിജിൻ ചെയ്തു വന്നിട്ടുള്ളത് ഒരൊറ്റ പ്രദേശത്ത് നിന്നാണ്. ആ പ്രദേശമാണ് ആഫ്രിക്ക എന്ന് പറയുന്നത്. ഇനി ഇവരത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്
ജനിതകമായിട്ടും ശാരീരികമായിട്ടും മനുഷ്യന്മാരെന്താണ് ഒരുപോലെയാണ്. അതായത് 2 കൈ 2 കാല് അതുപോലെയുള്ള മൂക്ക് 1 2 കണ്ണ് ഇതൊക്കെ എന്താണ് ഒരേപോലെയാണുള്ളത്. ക്രോമസോമിക്കലിയും അനട്ടോമിക്കലിയൊക്കെ നമ്മൾ ജനറ്റിക്കലിയൊക്കെ ഒരേപോലെയാണുള്ളത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരേ പ്രദേശത്തു നിന്നാണ് വന്നത്. പിന്നെയും നമ്മുടെ നിറത്തിലും നമ്മുടെ എന്താണ് പറയല് ഫിസിക്കൽ ആട്രിബ്യൂട്ട്സിലൊക്കെ എന്തുകൊണ്ട് വ്യത്യാസം ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഫ്രിക്കയിൽ നിന്ന് വിവിധ പ്രദേശങ്ങളിലേക്ക് കുടിയേറി എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഇൻഡിജിനസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പകരം വെച്ചു, അല്ലെങ്കിൽ അവരൊക്കെ ഇല്ലാതെയാക്കിയിട്ട് അവരുടെ മുകളിൽ ഡോമിനേറ്റ് ചെയ്തിട്ട് ആഫ്രിക്കയിൽ നിന്ന് വന്ന ആൾക്കാർ അവിടെ കുടിയേറി എന്നുള്ളതാണ്. സോ അവർ കുടിയേറിയ സമയത്ത് അവർ ചെന്നെത്തിയ സ്ഥലത്തിൻ്റെ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ക്ലൈമാറ്റിക് ആയിട്ടുള്ള ഫീച്ചേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ ശരീരത്തിൽ മാറ്റം വന്നു എന്നാണ് ആര് പറയുന്നത്, ഏകോൽപത്തി മാതൃക പറയുന്നത്. സിംപ്ലി ഓർത്ത് വെക്കുക, പ്രാദേശിക തുടർച്ചാ മാതൃക പ്രകാരം മനുഷ്യന്മാർ ഉത്ഭവിച്ചത് വിവിധ പ്രദേശങ്ങളിൽ നിന്നാണ്. കാരണം മനുഷ്യന്മാരുടെ ശാരീരിക വ്യത്യാസമാണ്. ഏകോൽപത്തി മാതൃക പ്രകാരം മനുഷ്യന്മാർ ഉത്ഭവിച്ചിട്ടുള്ളത് ഒരൊറ്റ പ്രദേശത്തു നിന്നാണ്, അതായത് ആഫ്രിക്കയിൽ നിന്നാണ്. കാരണം നമ്മുടെ ശാരീരികമായിട്ടുള്ള ഏകതയാണ്, ജനിതകമായിട്ടുള്ള ഏകതയാണ്. എന്നിട്ടും ഈ ഒരു ലുക്ക് വൈസുള്ള ഡിഫറൻസ് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുടിയേറിയ പ്രദേശത്തിൻ്റെ അവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ക്ലൈമാറ്റിക് ഫീച്ചേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ഇടപഴകലിൻ്റെ ഭാഗമായിട്ടുണ്ടായി വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. ഇനി ഇതിനെ തന്നെ വീണ്ടും വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ റീപ്ലേസ്മെന്റ് മോഡൽ എന്ന് വെച്ചാൽ മനുഷ്യന്മാരെല്ലാവരും ഒറിജിൻ ചെയ്തത് ആഫ്രിക്കയിൽ നിന്നാണ്, ഒറ്റ പ്രദേശത്തു നിന്നാണ്. ദെൻ ജനറ്റിക് ആൻഡ് അനട്ടോമിക്കൽ സിമിലാരിറ്റി മനുഷ്യന്മാർക്കിടയിലുണ്ട്, അതാണ് അതിന് കാരണം പറയുന്നത്. എന്നിട്ടും പല വ്യത്യാസങ്ങളും ഉണ്ട്, ലുക്ക് വൈസുള്ള ഡിഫറൻസ് ഉണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ കുടിയേറിയതിന് ശേഷം നമുക്ക് ആ നാട്ടിലെ ക്ലൈമാറ്റിക് ഫീച്ചേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള അഡാപ്റ്റേഷൻസ് ആണ്. റീജിയണൽ കണ്ടിന്യൂറ്റി പ്രകാരം മൾട്ടിപ്പിൾ റീജിയണിൽ നിന്നാണ് മനുഷ്യന്മാരുണ്ടായിട്ടുള്ളത്. അത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഫിസിക്കൽ ഡിഫറൻസ് ആണ്, ശാരീരികമായിട്ടുള്ള ഡിഫറൻസ് ആണ്. ആൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, പല പല പ്രദേശങ്ങളിൽ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ശാരീരികമായിട്ടുള്ള വ്യത്യാസം ഉണ്ടായത് എന്ന് പറയുന്നു. വീണ്ടും അതിനെ തന്നെ ഒന്നുകൂടി പറയാം. മനുഷ്യന്മാർ ഏകോൽപത്തി മാതൃക അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് മോഡൽ പ്രകാരം അല്ലെങ്കിൽ പകരം വെക്കൽ മാതൃക പ്രകാരം മനുഷ്യന്മാർ എല്ലാവരും വന്നിട്ടുള്ളത് ഒറ്റ സ്ഥലത്തു നിന്നാണ്. ആ സ്ഥലത്തിന്റെ പേരാണ് ആഫ്രിക്ക എന്ന് പറയുന്നത്. ആഫ്രിക്ക എന്ന് അല്ലെങ്കിൽ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഒരു പ്രദേശത്താണെന്ന് പറയാൻ കാരണം ജനിതകമായിട്ട് എല്ലാവരും ശാരീരികമായിട്ട് ഒരേപോലെയാണ് എന്നുള്ളതാണ്. ദെൻ അടുത്തത് പിന്നെയും നമ്മൾ ലുക്ക് വൈസ് ഡിഫറൻസ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്, കുടിയേറിയ സ്ഥലത്തിനനുസരിച്ചിട്ടുള്ള ആ ഒരു അഡാപ്റ്റേഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ദെൻ പ്രാദേശിക തുടർച്ചാ മാതൃക പ്രകാരം നമ്മൾ വിവിധ പ്രദേശങ്ങളിലാണ് ഉണ്ടായിട്ടുള്ളത്. അത് പറയാൻ കാരണം വിവിധ പ്രദേശങ്ങളിലുള്ള മനുഷ്യന്മാർക്ക് ആ ഒരു ലുക്ക് വൈസുള്ള ഡിഫറൻസ് കൊണ്ടാണ്. ഞാൻ പറഞ്ഞു തന്നെ പിന്നെയും പറയുമ്പോൾ പലർക്കും ബോറടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങളുടെ മൈൻഡിൽ അങ്ങോട്ട് ഉറപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആവശ്യമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ പാർട്ട് സ്കിപ്പ് ചെയ്തിട്ട് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ചാടുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല കേട്ടോ. ആൻഡ് നോക്കാം, അടുത്തൊരു ചോദ്യങ്ങളാണ്. പഴയകാല മനുഷ്യന്മാരുടെ ഫുഡ്, അവരുടെ ഭക്ഷണം ആൻഡ് പാറ്റേൺസ് ഓഫ് റെസിഡൻസ്, അവർ എവിടെ താമസിച്ചു. അടുത്തത് വീണ്ടും അവരുടെ ഫുഡ് ആൻഡ് അടുത്തത് വീണ്ടും അവരുടെ ഫുഡ്, അടുത്തത് പിന്നെയും ഫുഡ്. അതായത് അവരെങ്ങനെ ഭക്ഷണം കണ്ടെത്തി എന്നുള്ളത് നമ്മുടെ എക്സാമിന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സോ മലയാളത്തിൽ കാണാനായിട്ട് പറ്റും. ഭക്ഷണം സമ്പാദിച്ച രീതി, അതുപോലെ തന്നെ അവരുടെ താമസ രീതി, അതായത് എങ്ങനെയുള്ള സ്ഥലത്ത് താമസിച്ചു. പിന്നെ അടുത്തത് എങ്ങനെ ഭക്ഷണം നേടി, ഭക്ഷണം നേടാൻ സ്വീകരിച്ച മാർഗങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഭക്ഷണം സമ്പാദിച്ചിരുന്നത്, ആൻഡ് അവരുടെ ഭക്ഷണം കിട്ടുന്ന വ്യത്യസ്ത മാർഗങ്ങൾ എന്തൊക്കെയായിരുന്നു. ഇതെല്ലാം ഒരേ ചോദ്യമാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കതിനുള്ള ഒരു ഉത്തരവും നോക്കാം. മനുഷ്യന്മാർ ഭക്ഷണം കണ്ടെത്തിയിരുന്നത് ഒന്ന് ഗാദറിംഗ് ആണ്, അതായത് ഭക്ഷണം തേടി തെരഞ്ഞു പിടിച്ച് പൊറുക്കിയെടുത്ത് തിന്നുക എന്ന് പറയില്ലേ, അതാണ് ഗാദറിംഗ് എന്ന് പറയുന്നത്. അടുത്തത് അങ്ങനെ ഗാദറിങ്ങിൽ അവരെന്ത് ചെയ്യും, അവർ പഴങ്ങൾ കണ്ടെത്തും. മാങ്ങ, നെല്ലിക്ക, പുളി, അല്ലേ, കാട്ടിലുള്ള, ഞാൻ വെറുതെ എക്സാമ്പിൾസ് പറഞ്ഞ കേട്ടോ. ഇത്തരത്തിൽ കാട്ടിലുള്ള ഒരുപാട് പഴങ്ങൾ ഉണ്ടായിരിക്കും, അത് അവരെടുത്ത് കഴിക്കും. അതുപോലെ കാട്ടിൽ ഒരുപാട് വേരുകൾ ഉണ്ടായിരിക്കും, അല്ലേ, നമ്മളെന്താ പറയല്, തപ്പിയോക്ക കേട്ടില്ലേ, കപ്പ, അങ്ങനെയുള്ള, അതുപോലെ മധുരക്കിഴങ്ങ്, ഇതൊക്കെ വേരുകളാണ്. ശരിക്കും വേരുകൾ നമുക്ക് തിന്നാൻ അനുകൂലമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. സോ എഡിബിൾ ആയിട്ടുള്ള റൂട്ട്സ്, അതുപോലെ തന്നെ പ്ലാന്റുകൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ അവർ തെരഞ്ഞു പിടിച്ച് തെണ്ടിത്തിരിഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് നടന്ന് കണ്ടെത്തും. അടുത്തത് സ്കാവെഞ്ചിങ് എന്നുള്ളതാണ്. സ്കാവെഞ്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പുലി, അതുപോലെ സിംഹം, നമ്മളിങ്ങനെ പറയില്ലേ, പ്രെഡേറ്റേഴ്സ്, അതായത് ഈ ഒരു ഹൈറാർക്കിയിൽ
നല്ല കായികക്ഷമത ഉള്ള മൃഗങ്ങൾ എന്ത് ചെയ്യും, പോത്തിനെ അതുപോലെയുള്ള ജീവികളെയൊക്കെ വേട്ടയാടി പിടിക്കും. അങ്ങനെ വേട്ടയാടി പിടിച്ചിട്ട് അവർക്ക് ആവശ്യമുള്ളത് അവർ തിന്നിട്ട് പോകും. ബാക്കി എന്ത് ചെയ്യും, അതിൻ്റെ എല്ലുകൾ ഉണ്ടായിരിക്കും, എല്ലിൽ ഒട്ടിപ്പിടിച്ചിട്ടുള്ള കുറേ മാംസങ്ങൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എല്ലിൻ്റെ ഉള്ളിലുള്ള അസ്ഥിമജ്ജ ഉണ്ടായിരിക്കും. ഇതൊക്കെ ആര് തിന്നും? കഴിവ് കുറഞ്ഞ, ആരോഗ്യപരമായിട്ട് ഈ സിംഹത്തിനെയും പുലിനെയും പോലെ മൃഗങ്ങൾ ഓടിച്ചിട്ട് പിടിക്കാൻ മാത്രം കഴിവില്ലാത്ത മനുഷ്യന്മാരെന്ത് ചെയ്യും, പിടിച്ച് ആ ബാക്കിയുള്ളതൊക്കെ എടുത്ത് കഴിക്കുമായിരുന്നു എന്നുള്ളതാണ്. അതാണ് സ്കാവഞ്ചിങ് എന്ന് പറയുന്നത്. അടുത്തത് ഹണ്ടിങ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, വേട്ടയാടൽ എന്നുള്ളതും നമ്മുടെ ഒരു മേഖലയായിരുന്നു. കുറച്ചുകൂടിയൊക്കെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ വേട്ടയാടൽ ടെക്നോളജി, നമ്മളുടെ ടൂൾസൊക്കെ ഉപയോഗിച്ച് കുന്തം, അമ്പ്, വില്ല് ഒക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങി, നമ്മൾ വേട്ടയാടി പിടിക്കാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ്. അടുത്തത് ഫിഷിംഗ് എന്നതാണ്, മീൻപിടുത്തം എന്നുള്ളതാണ്. കാട്ടിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടെ മൃഗങ്ങൾ ഉണ്ടായിരിക്കും, കായ്ക്കനികൾ, അതുപോലെ തന്നെ മീനുകൾ, അവിടെയുള്ള ചെറിയ അരുവികൾ, അതുപോലെയുള്ള അവിടെയുള്ള ചെറിയ തടാകങ്ങൾ, ഇവിടെയൊക്കെ എന്ത് ചെയ്യും, കുളങ്ങൾ, ഇവിടെയൊക്കെ മീനുകൾ ഉണ്ടായിരിക്കും. ഈ മീനുകളെ പിടിക്കാനുള്ള അറിവും പരിജ്ഞാനവും ഒക്കെ അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അവരെങ്ങനെയുള്ള സ്ഥലത്താണ് താമസിക്കാൻ വേണ്ടി സെലക്ട് ചെയ്തിരുന്നത്? അതായത് ഗുഹയിലൊക്കെയാണ് അവർ താമസിക്കുക. അതേസമയം വെറുതെ ഒരു ഭക്ഷണം ഇല്ലാത്ത ഗുഹയിലൊന്നും അവർ താമസിക്കൂല. സ്വാഭാവികമായിട്ടും ഭക്ഷണം ലഭ്യമായിട്ടുള്ള തൊട്ടടുത്ത് ഒരുപാട് നമ്മളെന്താ പറയല്, ഒരുപാട് വേട്ടയാടാൻ പറ്റിയ മൃഗങ്ങളുള്ള സ്ഥലം, ഒരുപാട് കായ്ക്കനികളുള്ള സ്ഥലം, ഒരുപാട് വേരുകൾ, ഒരുപാട് വേട്ടയാടിയ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടുന്ന സ്ഥലം, ഇതൊക്കെ ലഭ്യമായിട്ടുള്ള ഭക്ഷണം തൊട്ടടുത്ത് കിട്ടുന്ന സ്ഥലത്താണ് എന്ത് ചെയ്യുക, അവർ ഗുഹകളൊക്കെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഗുഹയിൽ താമസിക്കും, ചിലപ്പോൾ ഓപ്പൺ എയറിലും താമസിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലുള്ള സെറ്റിൽമെൻ്റ് ആണ്, ഇങ്ങനെയുള്ള താമസങ്ങളാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതും ഓർത്ത് വെക്കുക. ഫുഡ് റിസോഴ്സ് കിട്ടുന്ന സ്ഥലത്ത് അതിൻ്റെ അടുത്ത് അവർ താമസിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അപ്പോൾ എന്താണ് പറയലേ, വലിയ വന്യജീവിൻ്റെയൊക്കെ ആക്രമണമുള്ള സ്ഥലമൊന്നും അവർ ഓപ്റ്റ് ചെയ്യില്ല. കുറച്ചുകൂടിയൊക്കെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്ന സ്ഥലം എടുക്കുമെന്നുള്ളതാണ്. അവർ ഗുഹയിൽ താമസിച്ചിരുന്നു, അതുപോലെ തന്നെ ഓപ്പൺ എയർ സൈറ്റുകളിലും താമസിച്ചിരുന്നു. ഓപ്പൺ എയർ സൈറ്റുകളിൽ താമസിക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, ടെമ്പററി ഷെൽട്ടേഴ്സ് അവിടെ ഉണ്ടാക്കും. പുല്ലും അതുപോലെ മരത്തടികളൊക്കെ ഉപയോഗിച്ച് ചെറിയൊരു കെട്ടി മറച്ചിട്ടുള്ള ഒരു വീട് എന്ന് പറയാൻ പറ്റുള്ള ഒരു കുടിൽ അവർ ഉണ്ടാക്കുമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അവർ കുടിലൊക്കെ കെട്ടിയിരുന്ന ഒരു സ്ഥലമാണ് ഫ്രാൻസിലെ ലാസററ്റ് കേവ്. അതായത് അവിടെ ഗുഹയിലാണ് അവർ താമസിച്ചിരുന്നത്. ലാസററ്റിൽ ഗുഹയിലാണ്, ഫ്രാൻസിലാണ് ലാസററ്റ് എന്ന് ഞാൻ പറഞ്ഞു. ഫ്രാൻസൊക്കെ സെറ്റാണെന്നുള്ളത് പറഞ്ഞു. ഇതിനടുത്തത് ടെറ അമറ്റ, ഫ്രാൻസിലെ മറ്റൊരു സ്ഥലമാണ് ടെറ അമറ്റ എന്ന് പറയുന്നത്. അവിടെ അവരെന്ത് ചെയ്തിരുന്നു, സീസണൽ ഷെൽട്ടേഴ്സ്, അതായത് ചെറിയ എങ്ങനെ പറയല്, ചെറിയ കുറച്ച് കാലത്തേക്ക് താമസിക്കാൻ, മഴക്കാലം തീരുന്നത് വരെ അല്ലെങ്കിൽ വേനൽക്കാലം തീരുന്നത് വരെ, തണുപ്പ് കാലം മാറുന്നത് വരെയൊക്കെ താമസിക്കാനൊക്കെ വേണ്ടി, അല്ലെങ്കിൽ അവിടെയുള്ള കായ്ക്കനികളൊക്കെ തിന്ന് തീരുന്നത് വരെ, സീസൺ തീരുന്നത് വരെയൊക്കെ താമസിക്കുന്ന ചെറിയ കുടിലുകളൊക്കെ അവർ ടെറ അമറ്റയിൽ ഉണ്ടാക്കിയതായിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇതാണ് അവരുടെ ഫുഡിനെ പറ്റി പറയാനുള്ളത്. ഇനി മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ ഇത്രയും ആലോചിക്കുക. ആദിമ മനുഷ്യൻ പഴങ്ങൾ, പച്ചക്കറികൾ, വേരുകൾ ഇങ്ങനെയുള്ളതൊക്കെ ശേഖരിച്ച് കഴിച്ചിരുന്നു. അപ്പോൾ ഒന്നാമത് ഭക്ഷ്യശേഖരണം, ഓക്കെ, അതൊരു രീതിയായിരുന്നു. രണ്ടാമത്തത് മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ, ഓക്കെ, അവശിഷ്ടങ്ങൾ കഴിക്കുക. മൂന്നാമത്തത് വേട്ടയാടൽ, വന്യമൃഗങ്ങളെ വേട്ടയാടി പിടിക്കൽ. നാലാമത്തത് മത്സ്യബന്ധനം, മീൻപിടുത്തം. ഇതൊക്കെയാണ് അവരുടെ ഭക്ഷണം കണ്ടെത്തിയിരുന്ന മാർഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി അവരെവിടെ താമസിച്ചു എന്നുള്ളതാണ്. ഭക്ഷണം ലഭ്യമായിട്ടുള്ള ഭക്ഷ്യ വിഭവ സമൃദ്ധമായ സ്ഥലങ്ങൾ എന്ത് ചെയ്തു, അവർ പാർപ്പിടമായിട്ട് തിരഞ്ഞെടുത്തു. എന്നിട്ട് അവരെവിടെ താമസിച്ചു, ഗുഹയുടെ അകത്തും അവർ താമസിച്ചിരുന്നു, തുറന്ന സ്ഥലങ്ങളിലും താമസിച്ചിരുന്നു. ഗുഹയുടെ അകത്ത് താമസിക്കുന്നതിനൊരു എക്സാമ്പിളാണ് ഫ്രാൻസിലെ ലാസററ്റ് ഗുഹ എന്ന് പറയുന്നത്. ദെൻ അവർ തുറന്ന സ്ഥലങ്ങളിൽ താമസിക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, അവിടെ മരവും പുല്ലും ഒക്കെ ഉപയോഗിച്ച് ചെറിയ കുടിലുകൾ ഉണ്ടാക്കും. അങ്ങനെ അവർ കുടിലുകൾ ഉണ്ടാക്കി താമസിച്ചതിന് ഒരു എക്സാമ്പിളാണ് ടെറ അമറ്റ എന്ന് പറയുന്ന ഫ്രാൻസിലെ സ്ഥലം എന്ന് പറയുന്നത്. ഇനി അവർ ഭക്ഷണം കണ്ടെത്തിയതിന് ഒന്നുകൂടി പറയാം. ഒന്ന് ഗാദറിംഗ് ആണ്, ഫ്രൂട്ട്സ്, റൂട്ട്സ്, നട്ട്സ്, എഡിബിൾ പ്ലാന്റ്സ്, ഇതൊക്കെ എന്ത് ചെയ്യും, തിരഞ്ഞ് പിടിച്ച് അലഞ്ഞ് തിരിഞ്ഞ് എന്താണ് പറയലേ, പുറക്കിയെടുത്ത് അവർ കഴിക്കും. അടുത്തത് സ്കാവഞ്ചിങ് എന്നുള്ളതാണ്. അതിനകത്ത് അവരെന്ത് ചെയ്യുന്നു, മരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി ചത്തിട്ടുള്ള മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ എടുത്ത് കഴിക്കും. എല്ലിനകത്തുള്ള അസ്ഥി മജ്ജയൊക്കെ അവർ കഴിക്കും എന്നുള്ളതാണ് ബോൺ മാരോ എന്നുള്ളത്. ദെൻ ഹണ്ടിങ് എന്നുള്ളതാണ് വേട്ടയാടല് അവർ സ്റ്റോൺ ടൂളുകൾ ഉപയോഗിച്ചു. സ്പിയേഴ്സ് എന്ന് വെച്ചാൽ കുന്തം, ബോ എന്ന് വെച്ചാൽ എന്താണ് പറയല്,
വില്ല്, ആരോ, അമ്പ് ഇതൊക്കെ എന്ത് ചെയ്തു അവർ ഉപയോഗിച്ചു. പിന്നെ ഫിഷിംഗ് എന്ത് ചെയ്തു അവർ നടത്തിയിരുന്നു, മീൻ പിടിക്കൽ അവർ നടത്തിയിരുന്നു. അവിടെയുള്ള തടാകങ്ങൾ, അവിടെയുള്ള നദികളിൽ നിന്നൊക്കെ അവർ മീനിനെ പിടിക്കുമായിരുന്നു. മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ 1 ഭക്ഷ്യശേഖരണം, 2 മാംസാവശിഷ്ടങ്ങൾ ഭക്ഷിക്കൽ, അടുത്തത് വേട്ടയാടൽ, അടുത്തത് മത്സ്യബന്ധനം ഒക്കെ ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം കണ്ടെത്തുന്ന മാർഗം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യമാണ് അവരുടെ ടൂൾ എന്തായിരുന്നു. ഓക്കെ, ഏർലി ഹ്യൂമൻ്റെ ടൂൾ എന്തായിരുന്നു. then അടുത്തത് അവരുടെ കമ്മ്യൂണിക്കേഷനും ഭാഷയുടെ വളർച്ചയുമാണ് അടുത്തൊരു ചോദ്യം. പിന്നെ അതിനകത്ത് വരുന്നത് അഗെയിൻ ഭാഷയുടെ വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഒരുപാട് സെവറൽ വ്യൂസ് ഉണ്ട്, അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം സ്റ്റേറ്റ്മെന്റിനെ. സോ അതിന് മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ ആദിമ മനുഷ്യന്റെ ആയുധങ്ങൾ, അവരുടെ ഉപകരണങ്ങളെ പറ്റി കുറിപ്പ് തയ്യാറാക്കുക. പിന്നെ അവരുടെ ആശയവിനിമയവും ഭാഷയുടെ വളർച്ചയും അതുപോലെ കലയും. ഓക്കെ, കല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അന്ന് അവർക്ക് നാടകവും അല്ലെങ്കിൽ എന്താണ് പറയല് കഥകളിയും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്കുണ്ടായിരുന്നത് എന്താണ്, പെയിൻറ്റിങ് എന്നുള്ളതാണ്. പിന്നെ ഗ്രൂപ്പ് ഡാൻസ് ഒക്കെയാണ്. നമുക്ക് പ്രധാനമായിട്ടും റിമൈൻസ് എന്ന് പറഞ്ഞത് അവരുടെ പെയിൻറ്റിങ്ങിനെ സംബന്ധിച്ചാണ്. അതിൻ്റെ എക്സാമ്പിളുകളൊക്കെ നമ്മൾ പറയും. ഇനി ഭാഷാ വികാസത്തിനെ സംബന്ധിച്ച് ഒരുപാട് തിയറികളുണ്ട്, പല പല അഭിപ്രായങ്ങളുണ്ട്. ആൻഡ് ആ അഭിപ്രായങ്ങളൊക്കെ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെയാണ്, ഇതൊക്കെയാണ് എക്സാമിന് അടുത്തത് പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. സോ അവരുടെ ടൂൾസിലേക്ക് വരികയാണെങ്കിൽ അവർ പ്രധാനമായിട്ടും സ്റ്റോൺ ടൂൾ, ശിലായുധങ്ങൾ ഉപയോഗിച്ചിരുന്നു. അടുത്തത് അവരെന്ത് ചെയ്തു, സ്പിയർ ത്രോവേഴ്സ് എന്ന് വെച്ചാൽ കുന്തങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ബോ ആൻഡ് ആരോ, അമ്പും വില്ലും അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു മൃഗങ്ങളെ വേട്ടയാടാൻ. പിന്നെ അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ എന്ത് ചെയ്തിരുന്നു, മെൻ ആൻഡ് വുമൺ ഇൻവോൾവ് ഇൻ മേക്കിംഗ് ടൂൾസ്, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ടൂളുകൾ നിർമ്മിച്ചിരുന്നു. ആൻഡ് സ്ത്രീകൾ പ്രധാനമായിട്ടും ടൂളുകൾ നിർമ്മിച്ചിരുന്നത് ടു സസ്റ്റെയിൻ ദംസെൽസ് ആൻഡ് ദിയർ ചിൽഡ്രൻ, അതായത് അവരുടെ സെൽഫ് പ്രൊട്ടക്ഷനും വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുട്ടികളുടെ സംരക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ടാണ് സ്ത്രീകൾ ടൂൾസ് നിർമ്മിച്ചിരുന്നത്. ഇനി മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ അവർ ശിലാ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ശിലായുധങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് കുന്തവും അമ്പും വില്ലും ഒക്കെ അവർ ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നു. അവിടെ പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ ആയുധങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. സ്ത്രീകൾ സ്വാഭാവികമായിട്ടും അവർ ആയുധങ്ങൾ നിർമ്മിച്ചിരുന്നത് സ്വയം രക്ഷയ്ക്കും അതുപോലെ തന്നെ കുട്ടികളുടെ രക്ഷയ്ക്കും വേണ്ടിയിട്ടൊക്കെയാണ് അവർ ആയുധങ്ങൾ നിർമ്മിച്ചിരുന്നത്. ഇനി അടുത്തത് അവരുടെ ലാംഗ്വേജിനെ പറ്റിയിട്ടാണ്, ഭാഷയുടെ വളർച്ചയെ സംബന്ധിച്ച്. അതിൽ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് കൊണ്ടുവരാം. ഒന്ന് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട്, ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട്, അതിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡൈവേർജൻറ്റ് വ്യൂസ് ഉണ്ട്. പിന്നെ അതിനകത്ത് ലാംഗ്വേജ്, അവരുടെ ആർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ എല്ലാം വരുന്നുണ്ട്. സോ ഡൈവേർജൻറ്റ് വ്യൂസ്, വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ആൻഡ് അതിൽ പറയുന്നത് കേവ് പെയിൻറ്റിങ്സിനെ അവരുടെ ഭാഷയിൽ അവർ ഉപയോഗിച്ചിരുന്ന ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ അവരുടെ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു തെളിവ് കൂടിയാണ്. കേവ് പെയിൻറ്റിങ്സ് നമ്മൾ കണ്ടിട്ടുള്ളത് ലാസ്കാക്സ്, ഷൗവറ്റ്, ഇത് രണ്ടും ഫ്രാൻസിലാണ്. അതുപോലെ തന്നെ സ്പെയിനിലെ അൽത്താമിറ, ഇവിടെയൊക്കെ നമ്മൾ കേവ് പെയിൻറ്റിങ്സ് കണ്ടിട്ടുണ്ട്. ദെൻ ദീസ് പെയിൻറ്റിങ്സ് മെയിൻലി ഡെപ്പിക്റ്റഡ് ആനിമൽസ് ആൻഡ് ഹണ്ടിങ് സീൻസ്. ഇതൊക്കെ എന്ത് ചെയ്തു, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ആനിമൽ ഹണ്ടിങ്ങിൻ്റെ ഒക്കെ ഒരു പ്ലാനൊക്കെ അവർ തയ്യാറാക്കിയിരുന്നത് ഇങ്ങനെ ചിത്രം വരച്ചായിരുന്നു എന്നൊക്കെ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്നു. അതുപോലെ അവർ തീ ഉപയോഗിച്ചിരുന്നു ഒരുപാട് കാര്യങ്ങൾക്ക്. തീയുടെ കണ്ടെത്തൽ മനുഷ്യൻ്റെ ജീവിതത്തിലെ തന്നെ ഒരു നാഴികക്കല്ലായിരുന്നു. തീ പ്രധാനമായിട്ടും ഗുഹകളിൽ വെളിച്ചവും അതുപോലെ തന്നെ ചൂടും നൽകാൻ തീ ഉപയോഗിച്ചു, തണുപ്പ് നിരക്ഷ നേടാനും അതുപോലെ പ്രകാശം ലഭിക്കാനും. അടുത്തത് കുക്കിംഗ്, പാകം ചെയ്യാൻ തീ ഉപയോഗിച്ചു. അടുത്തത് ആനിമൽസിനെ, അതായത് വൈൽഡ് ആനിമൽസിനെ പേടിപ്പിച്ച് ഭയപ്പെടുത്തി ഓടിക്കാൻ വേണ്ടിയിട്ടും അവർ തീ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ദെൻ ഇവിടെ മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ തീ ഉപയോഗിച്ചിരുന്നത് ചൂടിനും അതുപോലെ പാചകം ചെയ്യാനും വെളിച്ചത്തിനൊക്കെ വേണ്ടി തീ ഉപയോഗിച്ചു. വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും തീ ഉപയോഗിച്ചു. ദെൻ ഭാഷയുടെ ഉത്ഭവത്തിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഗുഹാചിത്രങ്ങൾ അവർ ഭാഷ അല്ലെങ്കിൽ ആശയവിനിമയത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഇങ്ങനെ ഗുഹാചിത്രങ്ങൾ കണ്ടിട്ടുള്ളത് ലാസ്കാക്സ്. ഓക്കെ, ലാസ്കാക്സ് എന്നുള്ളതാണ്, ലാസ്കോ എന്നുള്ള ലാസ്കാക്സ്. ദെൻ അതുപോലെ ഷോവറ്റ് അല്ലെങ്കിൽ ഷോവെ ഫ്രാൻസിൽ, ആൽട്ടമിറ സ്പെയിനിൽ, ഇവിടെ നിന്നൊക്കെ നമ്മൾ ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ
ഈ ഗുഹാചിത്രത്തിൽ പ്രധാനമായിട്ടും മൃഗങ്ങളെയും വേട്ടയാടലൊക്കെയാണ് അതിൽ ചിത്രീകരിച്ചിട്ടുള്ളത് എന്നും മനസ്സിലാക്കി വെക്കുക. കഴിഞ്ഞിട്ട് അവസാനിക്കുകയാണ്. ഓക്കെ, ദെൻ ഇതിനകത്ത് വേറെ ഒരു സംഗതി വരുന്നത് ഭാഷയുടെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അഭിപ്രായമുണ്ട്. അത് സ്റ്റിൽ ഡിബേറ്റഡ് ആയിട്ടുള്ള സംഗതിയാണ്. സ്കോളേഴ്സിനിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ്. ദെൻ ഇവരുടെ ഭാഷ ലാംഗ്വേജ് ഒക്കെ ഗ്രാജ്വലി ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. തുടക്കത്തിൽ അവർ ആംഗ്യങ്ങളും ശബ്ദങ്ങളും അങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെയാണ് ഭാഷയുമായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത്. ജസ്റ്റേഴ്സ്, സൗണ്ട്സ് ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. ആൻഡ് ഇവിടെ കേവ് പെയിൻറ്റിങ്സ് എന്നുള്ളത് ഭാഷയുടെ വളർച്ചയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ലാസ്കാക്സും അതുപോലെ ഷൗവറ്റും ഫ്രാൻസിലെ ഗുഹകളാണ്. ആൽത്തമിറ എന്ന് പറഞ്ഞാൽ സ്പെയിനിലെ ഗുഹയാണ്. ഇവിടെയൊക്കെ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ദെൻ ഭാഷയുടെ വികാസത്തിനെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഭാഷ ഗ്രാജ്വലി ക്രമേണ അല്ലെങ്കിൽ സാവകാശം വളർന്നു വന്നിട്ടുള്ളൊരു സംഗതിയാണ് ഭാഷ എന്ന് പറയുന്നത്. തുടക്കത്തിൽ അവർ ചിത്രങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. പിന്നെ അവർ ചില ആംഗ്യങ്ങളും ശാരീരികമായിട്ടുള്ള ആക്ഷൻസും ചില ഒച്ചകളും ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. ചിത്രരചനയും ചിഹ്നങ്ങളൊക്കെ അവർ ആശയവിനിമയത്തിന് വേണ്ടി തുടക്കത്തിൽ ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഭാഷയുടെ വളർച്ചയെ സംബന്ധിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ വിവിധ അഭിപ്രായം ഉണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ എസ്സേ ക്വസ്റ്റ്യൻ, അതായത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് നീളത്തിൽ എഴുതണം, കുറച്ച് അധികം എഴുതുക. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചുകൂടിയൊക്കെ സബ് ടോപ്പിക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടൊക്കെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ എസ്സേ ക്വസ്റ്റ്യനകത്ത് നിങ്ങൾക്ക് എന്താണ് എഴുതേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ ഹിൻറ്റുകൾ, ഏത് സബ് ടോപ്പിക്കുകളൊക്കെയാണ് എടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഹിൻറ്റ് നമ്മളെ ക്വസ്റ്റ്യനകത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ ഒന്നുകൂടി ഈസി ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ ഇവിടെ ആദ്യത്തെ ചോദ്യമാണ്, അനലൈസ് ദ പ്രോഗ്രസ് ഓഫ് ഏർലി ഹ്യൂമൻസ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു വേസ് ഓഫ് ഒബ്റ്റൈനിങ് ഫുഡ്, ഷെൽട്ടർ, ടൂൾ മേക്കിംഗ്, ലാംഗ്വേജ് ആൻഡ് ആർട്ട്. ഇതല്ലേ നമ്മൾ ഇതുവരെ പറഞ്ഞത് അല്ലേ? അത് ഭക്ഷണം എങ്ങനെ കണ്ടെത്തി, ഷെൽട്ടർ, അതായത് എവിടെ താമസിച്ചു, ഭക്ഷണമുള്ള സ്ഥലത്തിൻ്റെ അടുത്ത് താമസിച്ചു, ഗുഹയിൽ താമസിച്ചു എന്നൊക്കെ പറഞ്ഞു അല്ലേ? ദെൻ ടൂൾ മേക്കിംഗ്, അത് ഏതൊക്കെ ടൂൾസ് ആണ് അവർക്കുണ്ടായിരുന്നത്? സ്റ്റോൺ ടൂൾസ് ഉണ്ടായിരുന്നു, സ്പിയേഴ്സ്, ആരോ ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? പിന്നെ ലാംഗ്വേജിൻ്റെ വളർച്ച നമ്മൾ ഗുഹാചിത്രങ്ങളെ പറ്റി പറഞ്ഞു. അതുപോലെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞു. ആർട്ടിനകത്ത് പെയിൻറ്റിങ്ങിനൊക്കെ പറ്റി നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത്, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ. ഹ്യൂമൻ എവല്യൂഷൻ്റെ വ്യത്യസ്ത സ്റ്റേജുകളെ സംബന്ധിച്ച് അതിൻ്റെ സവിശേഷതകൾ പറയുക. അതിൽ നമ്മൾ എന്തൊക്കെ ഉൾക്കൊള്ളിക്കണം? പ്രൈമേറ്റുകളെ പറ്റി പറയണം, ഹോമിനിഡിനെ പറ്റി, ആസ്ട്രലോപിത്തേക്കസിനെ പറ്റി, ഹോമോയെ പറ്റി. ഇതെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സ്റ്റിൽ ഞാൻ എന്തായാലും ഒന്നുകൂടി പറയാം. പ്രൈമേറ്റിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല, അപ്പോൾ അവരെ കൂടി ഒന്നുകൂടി സ്ട്രെസ് ചെയ്തിട്ട് നമുക്ക് പറയാം. സോ ആദ്യത്തെ ഈ ഒരു ചോദ്യത്തിൻ്റെ നമ്മൾ മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ, മനുഷ്യന്മാരുടെ പുരോഗതി, അതിനകത്ത് ഭക്ഷണം നേടുന്ന മാർഗങ്ങൾ, താമസസ്ഥലം, ഉപകരണ നിർമ്മാണം, ഭാഷ, കല എന്നതിനെ പറ്റി എഴുതുക. അടുത്തത് മനുഷ്യൻ്റെ പരിണാമത്തിനെ പറ്റി എഴുതണം. പ്രൈമേറ്റുകൾ, ഹോമിനോയിഡ്, ഹോമിനിഡ്, ആസ്ട്രലോപിത്തേക്കസ്, ഹോമോ, ഇവയൊക്കെ പറ്റി പറയണം. സോ ഉത്തരത്തിലേക്ക് വരികയാണെങ്കിൽ, ഭക്ഷണം കണ്ടെത്തിയത് നമ്മൾ പറഞ്ഞു ഗ്യാതറിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ഹണ്ടിങ്, ഫിഷിങ്, സ്കാവെഞ്ചിങ് ഒക്കെയാണ് ഭക്ഷണം കണ്ടെത്താനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ താമസിച്ചത് എവിടെയാണ്? ഭക്ഷണം നന്നായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ, അവിടെയുള്ള ഗുഹകളിൽ അവർ താമസിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള എക്സാമ്പിളുകളാണ്. അവർ ഗുഹകളിൽ താമസിച്ചിരുന്നു. അതിലുള്ള ഒരു എക്സാമ്പിളാണ് ലാസററ്റ് എന്ന് പറയുന്ന ഫ്രാൻസിലെ സ്ഥലം. രണ്ടാമത്തത് ഓപ്പൺ എയറിൽ അവർ ചെറിയ കുടിലുകളൊക്കെ നിർമ്മിച്ച് മരങ്ങളും പുല്ലുകളൊക്കെ ഉപയോഗിച്ച് കുടിൽ നിർമ്മിച്ചാണ് താമസിച്ചിരുന്നതിന് എക്സാമ്പിളാണ് ടെറ അമറ്റ, ഫ്രാൻസിലെ ടെറ അമറ്റ എന്നുള്ളത്. സോ ദേ യൂസ്ഡ് വുഡ് ആൻഡ് ഗ്രാസ് ടു മേക്ക് ദി സ്മോൾ ഷെൽട്ടേഴ്സ് അല്ലെങ്കിൽ സീസണൽ ഷെൽട്ടേഴ്സ് അവർ നിർമ്മിച്ചിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഫയർ അവർ ഉപയോഗിച്ചിരുന്നു. അതിലൂടെ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ചൂട് കിട്ടി, വെളിച്ചം കിട്ടി, കുക്ക് ചെയ്യാൻ പറ്റി, അതുപോലെ വൈൽഡ് ആനിമൽസിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റി. ദെൻ ടൂൾ മേക്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ സ്റ്റോൺ ടൂൾസ് ഉപയോഗിച്ചു, സ്പിയേഴ്സ്, ബോ ആൻഡ് ആരോ ഉപയോഗിച്ചു. ദെൻ അതിനകത്ത് ഈ ഭക്ഷണം കണ്ടെത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഫിഷിംഗ് എന്നുള്ളത് കൂടി ചേർക്കാം കേട്ടോ. ഫിഷിംഗ് എന്നുള്ളത് കൂടി വരും. പിന്നെ ഇവരുടെ ലാംഗ്വേജിനെ പറ്റി സംബന്ധിച്ചിടത്തോളം ലാംഗ്വേജിൻ്റെ വളർച്ചയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഡിബേറ്റ്, ഒരുപാട് സംവാദങ്ങളുണ്ട്. ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ദെൻ തുടക്കത്തിൽ അവർ ഭാഷയായിട്ട് ഉപയോഗിച്ചിരുന്നത് ആംഗ്യങ്ങളും ശബ്ദങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അവർ ചിത്രങ്ങളും ചിഹ്നങ്ങളൊക്കെ ഭാഷയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കേവ് പെയിൻറ്റിങ്സ് ഒക്കെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. പിന്നെ ആർട്ടിനകത്തേക്ക് വരികയാണെങ്കിൽ കേവ് പെയിൻറ്റിങ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ലാസ്കാക്സ്, ചൗവറ്റിലൊക്കെ ഒരുപാട്
കേവ് പെയിൻറ്റിങ്സ് ഉണ്ട്. ഫ്രാൻസിലാണ് ഈ ചൗവറ്റും ലാസ്കാക്സ് ഒക്കെ. ആൽത്തമിറ സ്പെയിനിലാണ്, അവിടെയും കേവ് പെയിൻറ്റിങ്സ് കാണാൻ പറ്റും എന്നുള്ളതാണ്. സോ ഈ കേവ് പെയിൻറ്റിങ്സ് ഒക്കെ അവർ തുടക്കത്തിൽ ഭാഷയുമായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. ദെൻ ഷിഫ്റ്റ് ടു ഫുഡ് പ്രൊഡക്ഷൻ. പിന്നെ അവസാനം എന്ത് ചെയ്യുന്നത്, ഫുഡ് പ്രൊഡക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അതായത് കൃഷിയിലേക്ക് മാറുന്നതോട് കൂടിയിട്ട് നമ്മുടെ സെറ്റിൽമെൻറ്റ് പെർമനൻ്റ് ആയിട്ട് മാറുകയും ചെയ്തു എന്നുള്ളതാണ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതിനകത്ത് ഭക്ഷണം കണ്ടെത്തിയിരുന്നത് ഭക്ഷ്യശേഖരണം, വേട്ടയാടൽ, മത്സ്യബന്ധനം, മാംസാവശിഷ്ടങ്ങൾ ഭക്ഷിക്കൽ തുടങ്ങിയിട്ടുള്ള മാർഗങ്ങളിലൂടെ ആയിരുന്നു. താമസിച്ചത് ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളിലായിരുന്നു. ഗുഹകളിൽ താമസിച്ചിരുന്നു. അതുപോലെ തുറന്ന സ്ഥലങ്ങളിൽ, തുറസ്സായ സ്ഥലങ്ങളിലും താമസിച്ചിരുന്നു. ഗുഹകളിൽ താമസിച്ചതിൻ്റെ എക്സാമ്പിളാണ് ലാസററ്റ് കേവ് എന്ന് പറയുന്ന ഫ്രാൻസിലെ സ്ഥലം. ദെൻ തുറന്ന സ്ഥലങ്ങളിൽ താമസിച്ചതാണ് ടെറ അമറ്റ എന്ന് പറയുന്ന ഫ്രാൻസിലെ സ്ഥലം തന്നെ. അവിടെ അവർ മരങ്ങളും പുല്ലുകളൊക്കെ ഉപയോഗിച്ച് വീടുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഇതിനകത്ത് അവർ തീ കണ്ടെത്തുന്നതോട് കൂടിയിട്ട് ചൂട്, അതുപോലെ പാചകം, മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ തീ അവർ ഉപയോഗിച്ചിരുന്നു. ദെൻ ഉപകരണ നിർമ്മാണത്തിനെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ശിലാ ഉപകരണങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അമ്പ്, വില്ല്, കുന്തം തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അവിടെ ആയുധങ്ങൾ നിർമ്മിച്ചിരുന്നു. സ്ത്രീകൾ പ്രധാനമായിട്ടും സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയിട്ടും കുട്ടികളുടെ സംരക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ടുമാണ് ആയുധങ്ങൾ നിർമ്മിച്ചിരുന്നത്. ഭാഷയിലേക്ക് വരികയാണെങ്കിൽ ഭാഷയുടെ ഉത്ഭവത്തിനെ സംബന്ധിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണുള്ളത്. ആൻഡ് തുടക്കത്തിൽ അവർ കൈകൊണ്ടുള്ള ആക്ഷനുകൾ, ബോഡി കൊണ്ടുള്ള ആക്ഷനുകൾ, ശബ്ദങ്ങൾ ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. ഗുഹാചിത്രങ്ങളും ഭാഷയുടെ അല്ലെങ്കിൽ ആശയവിനിമയത്തിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്നു. ദെൻ ഭക്ഷ്യ ശേഖരണത്തിൽ നിന്ന് ഭക്ഷ്യോൽപാദനത്തിലേക്ക് മാറിയപ്പോൾ എന്ത് ചെയ്തു, അവർ സ്ഥിരതാമസം, അതായത് സെറ്റിൽമെന്റ് എന്നുള്ളത് സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് താമസിക്കാൻ വേണ്ടി തുടങ്ങി. ഇനി അതിനുശേഷമുള്ള രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. അതായത് ഹ്യൂമൻ എവല്യൂഷന്റെ ഡിഫറെൻറ്റ് സ്റ്റേജുകളെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ പ്രൈമേറ്റുകളാണ് ആദ്യം വരുന്നത്. 36 മില്യൺ ഇയേഴ്സ് എഗോ ആണ് ആര് വരുന്നത്, പ്രൈമേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നത്. അവർക്ക് ശരീര രോമങ്ങൾ, അതായത് ബോഡി ഹെയർ ഉണ്ടായിരുന്നു. അതുപോലെ വ്യത്യസ്ത തരം പല്ലുകൾ ഉണ്ടായിരുന്നു. അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടീത്ത് എന്നുള്ളതാണ്. നമ്മുടെ വായിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റൂലേ, മുന്നിൽ ഒരു പറയല് ചൊറുക്കിനുള്ള കുറച്ച് പല്ലുകൾ, പിന്നെ ഇവിടെ സൂചിപ്പല്ലുകൾ ഉണ്ടായിരിക്കും, അണപ്പല്ലുകൾ ഉണ്ടായിരിക്കും. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ്, വെറൈറ്റീസ് ഓഫ് ടീത്ത് എന്നുള്ളതാണ്. അതുപോലെ ലോങ് ജസ്റ്റേഷൻ, അതായത് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കുക, അതുപോലെ ഗർഭധാരണ, ഇതിനൊക്കെ വലിയൊരു ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സ്വെറ്റ് ഗ്ലാൻഡ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ശരീരോഷ്മാവ് നിലനിർത്താനുള്ള കഴിവുകളും പ്രൈമേറ്റുകൾക്ക് ഉണ്ടായിരുന്നു. ദെൻ പ്രൈമേറ്റ് കഴിഞ്ഞിട്ട് ആര് വന്നു, ഹോമിനോയിഡ് വന്നു. 24 മില്യൺ ഇയേഴ്സ് ബിഫോർ ആണ് ആര് വന്നത്, ഹോമിനോയിഡ് വന്നിട്ടുള്ളത്. ഹോമിനോയിഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞു 4 കാലുകളായിരുന്നു. അതുപോലെ തന്നെ 4 കാലുകളായിരുന്നു എങ്കിലും അവരുടെ മുന്നിലെ 2 കാലുകൾ കുറച്ചുകൂടിയൊക്കെ ഫ്ലെക്സിബിൾ ആയിരുന്നു എന്നുള്ളതാണ്. ചില കാര്യങ്ങൾക്കൊക്കെ അവരത് ഉപയോഗിച്ചിരുന്നു. കൈയിനെ പോലെ ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ പോലും ഏതാണ്ട് അത്തരത്തിലുള്ള ഉപയോഗങ്ങളൊക്കെ അവർക്ക് മുൻകാലുകളെ കൊണ്ട് പറ്റുമായിരുന്നു എന്നുള്ളതാണ്. ദെൻ ഇവര് ആൾക്കുരങ്ങിൽ വരുന്ന ആൾക്കാരാണ്. ദെൻ ഹോമിനോയിഡ് കഴിഞ്ഞു, പിന്നെ ഹോമിനിഡ് വന്നു. 5.6 മില്യൺ ഇയേഴ്സ് ബിഫോർ ആണ് ചെയ്യുന്നത്, എഗോ ആണ് ഹൊമിനിഡ് വരുന്നത്. നേരെ നിന്നിട്ടുണ്ടായിരുന്നു, 2 കാലിൽ നടന്നിട്ടുണ്ടായിരുന്നു, അപ്രൈറ്റ് പോസ്റ്റർ ഉണ്ട്, ബൈപ്പഡൽ ലോക്കോമോഷൻ ഉണ്ട്. അതുപോലെ തന്നെ കൈയിന് നല്ല മൊബിലിറ്റി, നല്ല വൃത്തിയായിട്ട് ആക്യുറേറ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ ടൂളുകൾ ഉണ്ടാക്കിയിരുന്നു. പിന്നെ ആര് വരുന്നു, ആസ്ട്രലോപിത്തേക്കസ് വരുന്നു. ആസ്ട്രലോപിത്തേക്കസിനെ സംബന്ധിച്ചിടത്തോളം ബ്രെയിനിന്റെ സൈസ് ചെറുതായിരുന്നു. ഹോമോയെ വെച്ച് നോക്കുമ്പോൾ, ഇവിടെ ഹോമിനിഡിനെ വെച്ച് നോക്കുമ്പോൾ ഹോമിനിഡിന്റെ ബ്രെയിൻ വലുതായിരുന്നു. അതേസമയം ആസ്ട്രലോപിത്തേക്കസിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഹോമിനിഡിന്റെ ബ്രെയിനും ചെറുതായിട്ട് വരും എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു ഹോമിനോയിഡിന്റെ ബ്രെയിൻ ഇവിടെ ചെറുതാണ്, ഹോമിനിഡിന്റെ ബ്രെയിൻ വലുതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ആസ്ട്രലോപിത്തേക്കസിന്റെ ബ്രെയിന് ഹോമോയെ വെച്ച് നോക്കുമ്പോൾ ചെറിയതായിരുന്നു, വലിയ താടിയല്ലുകളായിരുന്നു, ഹെവി ജോ, ലോങ് ടീത്ത്, വലിയ പല്ലുകളായിരുന്നു, കൈയിൻ്റെ മൊബിലിറ്റി കുറവായിരുന്നു, ആൻഡ് മിക്കവാറും ട്രീയുടെ മുകളിലായിരുന്നു. അതുപോലെ തന്നെ സ്റ്റോൺ ടൂളുകൾ നിർമ്മിക്കുകയും ചെയ്തിരുന്നു, പക്ഷേ അത്ര എഫിഷ്യൻ്റ് ആയിരുന്നില്ല. ദെൻ ഹോമോ വെച്ച് നോക്കുകയാണെങ്കിൽ ഹോമോ ഹാബിലിസ്, ഹോമോ എറക്ടസ്, ഹോമോ സാപ്പിയൻസ് 3 വിഭാഗമുണ്ട്. ദെൻ കുറച്ചുകൂടി വലിയ തലച്ചോറാണ്, ജോ ബോൺസിന്റെ വലിപ്പം കുറഞ്ഞു, ടീത്തിന്റെ വലിപ്പം കുറഞ്ഞു ഒക്കെ നമ്മൾ പറഞ്ഞു. ദെൻ ഹോമോ ഹാബിലിസ് എന്ന് വെച്ചാൽ ടൂൾ മേക്കർ ആണ്. ഹോമോ എറക്ടസ് എന്ന് വെച്ചാൽ
നിവർന്നു നിന്ന മനുഷ്യനാണ് ഹോമോസാപ്പിയൻസ് എന്ന് വെച്ചാൽ വൈസ് ഓർ തിങ്കിങ് മാൻ എന്നുള്ളതാണ്, ബുദ്ധിയുള്ള വിവേകിയായ മനുഷ്യൻ എന്നുള്ളതാണ്. ദെൻ മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പറഞ്ഞു പ്രൈമേറ്റുകൾ 36 ദശലക്ഷം വർഷം മുന്നെയാണ് വരുന്നത്, ഹോമിനോയിഡുകൾ 24 ദശലക്ഷം വർഷം മുന്നെയാണ് വരുന്നത്, ഹോമിനിഡുകൾ 5.6 ദശലക്ഷം വർഷം മുന്നെയാണ് വരുന്നത്. ആസ്ട്രലോപിത്തേക്കസ് അതിൻ്റെ തലച്ചോറ് ചെറുതായിരുന്നു, താടിയൽ വലുതായിരുന്നു, പല്ലുകൾ വലുതായിരുന്നു, കൈ ചലനത്തിന് പരിമിതി ഉണ്ടായിരുന്നു. ആൻഡ് ഇവിടെ ആദ്യമായിട്ട് കുറച്ച് ശില ആയുധങ്ങളൊക്കെ അവർ നിർമ്മിച്ചിരുന്നു. ദെൻ ഹോമോയിലേക്ക് വരികയാണെങ്കിൽ ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ്. വെച്ചാൽ ഹോമോ ഹാബിലിസ് ഉപകരണ നിർമ്മാതാവ്, ഹോമോ ഇറക്ടസ് നേരെ നിന്ന മനുഷ്യൻ അല്ലെങ്കിൽ നേരെ നിന്ന മനുഷ്യൻ. ദെൻ ഹോമോ സാപ്പിയൻസ് ബുദ്ധിയുള്ള അല്ലെങ്കിൽ ചിന്താശേഷിയുള്ള അല്ലെങ്കിൽ വിവേകിയായ മനുഷ്യൻ എന്നൊക്കെ പറയാൻ പറ്റും. ദെൻ ആസ്ട്രലോപിത്തേക്കസിനേക്കാൾ വലിയ തലച്ചോറ് ഹോമോക്ക് ഉണ്ടായിരുന്നു, അതുപോലെ ചെറിയ താടിയല്ലുകളും ചെറിയ പല്ലുകളുമായിരുന്നു, മെച്ചപ്പെട്ട ഓർമ്മശക്തി, ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഇതൊക്കെയാണ് ഹോമോയുടെ സവിശേഷതകൾ. സോ ഈ ഘട്ടങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ നിന്നുള്ള ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നേരത്തെ എക്സാമുകളിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഇവിടുന്ന് നിങ്ങൾ നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അതിനകത്ത് മനുഷ്യന്മാരുടെ എവല്യൂഷൻ്റെ ഡിഫറെൻറ്റ് ഫേസസ്, വ്യത്യസ്ത ഘട്ടങ്ങൾ, പരിണാമത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ, അതുപോലെ തന്നെ ഹോമോയും അതുപോലെ ആസ്ട്രലോപിത്തേക്കസും തമ്മിലുള്ള വ്യത്യാസം, ഹോമിനോയിഡും ഹോമിനിഡും തമ്മിലുള്ള വ്യത്യാസം, ഉൽപ്പത്തി അതായത് പ്ലേസ് ഓഫ് ഒറിജിൻ എന്നുള്ളത്, നമ്മുടെ റീപ്ലേസ്മെൻറ്റ് മോഡലും അതുപോലെ തന്നെ റീജിയണൽ കണ്ടിന്യൂറ്റി മോഡലും നമ്മൾ നോക്കണം. പിന്നെ അതിനകത്ത് വന്നിട്ടുള്ളത് നമ്മുടെ മനുഷ്യന്മാരുടെ ഭക്ഷണം കണ്ടെത്തിയിരുന്ന രീതി എങ്ങനെയാണ്, ആയുധങ്ങൾ ഏതൊക്കെയായിരുന്നു, എവിടെയാണ് താമസിച്ചിരുന്നത്, തീയുടെ ഉപയോഗം എന്തൊക്കെയായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളെല്ലാം വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ആൻഡ് നമ്മൾ മറ്റു 2 യൂണിറ്റുകളും നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതും നിങ്ങൾ കാണുക, എക്സാം നന്നായിട്ട് എഴുതുക. എല്ലാവിധ ആശംസകളും. തൽക്കാലത്തേക്ക് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റു വീഡിയോകളായിട്ട് വരാം. താങ്ക് യു. ബൈ.